സൂയിസൈഡ് വേല ചെയ്യുകയാണെങ്കിൽ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി മറ്റു വഴികൾ അന്വേഷിക്കാതെ സൂയിസൈഡ് വേല ചെയ്യുക, പൂർണ്ണ സമയം ചെയ്യുക. പട്ടിണി കിടന്നാലും ഞാൻ അതിനുവേണ്ടി ഉപജീവനത്തിന് വയറ് പിഴയ്ക്കാൻ വേണ്ടി വേറൊരു കാര്യം ചെയ്യില്ല എന്നൊരു ഉടമ്പടി. ഈ രണ്ടുമൂന്ന് കൂടെ അതിനെ നെഗറ്റീവായിട്ടും പറയാം, ഞാൻ വേറെ പണിയൊന്നും ചെയ്യത്തില്ല. ദൈവസഭയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഓവർസിയേഴ്സ് ആയിട്ടുള്ള പല ആളുകളും വാഗ്ദാനത്ത് പഠിച്ചിറങ്ങി. അപ്പൊ അവരെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു അഭിമാനം. അതൊക്കെ നമ്മുടെ വോട്ട് ബാങ്കായിട്ട് മാറുകയും ചെയ്തു. അതൊന്നും ശരിക്കും നമ്മൾ പുറമേ കാണുന്ന പലതും പൗഡർ ഇട്ട് മിനക്കിയ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അകത്ത് ശുശ്രൂഷകന്മാർക്ക് ഒരുപാട് പെയിനുണ്ട്. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കാം, എടുക്കാം, സഹായിക്കാം, അല്ലെ അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ചർച്ച് ബോർഡ്, കേരളത്തിലെ ചർച്ച് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആഭരണം അനുവദിക്കുന്നില്ല ഇപ്പോഴും, അല്ലേ? ഇല്ല. എന്നാൽ ഇന്റർനാഷണലി നിങ്ങൾക്ക് ആഭരണത്തോട് പ്രശ്നമില്ല. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോട് കൂടെ അതിഥിയായി എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനും ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറിയുമായ പാസ്റ്റർ ഷാജി ഇടുക്കിയുണ്ട്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. എന്നാൽ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് മണക്കാലയിൽ വെച്ചാണ്. മണക്കാലയിൽ ദൈവവചന പഠന കാലഘട്ടത്തിൽ, തിയോളജി പഠന കാലഘട്ടത്തിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും. അദ്ദേഹം ദീർഘകാലം മാധ്യമപ്രവർത്തകനായിരുന്നു, സ്വന്തമായി പത്രമുണ്ടായിരുന്നു. മാത്രവുമല്ല നല്ലൊരു ബൈബിൾ ടീച്ചർ, ബൈബിൾ കോളേജുകളിൽ അധ്യാപകനായിരുന്നു. അവിടെ നിന്നാണ് സഭാ ശുശ്രൂഷ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. കേരളത്തിലും കേരളത്തിന് വെളിയിൽ ഗൾഫ് മേഖലയിലുമൊക്കെ സഭാ ശുശ്രൂഷകനായി ഇരുന്നു. ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയായി, കൗൺസിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആദ്യമേ ഒരു അഭിനന്ദനം. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ തല നരച്ചെങ്കിലും പ്രായം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെറുതാണല്ലോ. ഈ കാലഘട്ടത്തിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു സന്തോഷം. തീർച്ചയായിട്ടും. അത് ചർച്ച് ബോർഡിൽ ഉള്ളൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് 65 വയസ്സുകൊണ്ട്, അല്ലേ? 65 വയസ്സിൽ ഔദ്യോഗിക പദവികളിൽ നിന്ന് സഭാ ശുശ്രൂഷയിൽ നിന്ന് പോലും, അല്ലേ? സഭാ ശുശ്രൂഷയിൽ നിന്ന് പോകത്തില്ല, ഒരു 2-3 വർഷം കൂടെ ഒക്കെ കാണും. റിട്ടയർമെന്റ് കാലഘട്ടം മറ്റൊരു പെന്തക്കോസ്ത് സഭയ്ക്കും ഇല്ലാത്തത് ഒരു കാര്യമാണ് റിട്ടയർമെന്റ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ചർച്ച കൂടുന്നത്, വേറെ ഇടത്തും ഇല്ല. സത്യത്തെ ഒരു അനീതിയല്ലേ ഭാഷ? അല്ല, ഞാൻ അനീതി എന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം കേരളത്തിലെ ഇങ്ങനെയും എന്താ പറയുക, കേരളത്തിലെ സഭകളും ഇഷ്ടംപോലെ ശുശ്രൂഷകന്മാരും ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ശുശ്രൂഷകന്മാരുടെ വേദികൾ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ പദവികളിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, പലർക്കും സഭകൾ കിട്ടാതെ വരുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അങ്ങനെ ഒരു 65 വയസ്സ് റിട്ടയർമെന്റ് ആയാൽ അടുത്ത വരുന്ന ആളുകൾക്ക് ഇനി അവസരങ്ങൾ ധാരാളം ഉണ്ടാകും. പക്ഷെ ഒരു മനുഷ്യൻ്റെ 65 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പാൻ ഒക്കെ വെച്ചിട്ട് അത് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമായി 65 വയസ്സ്. അല്ല, ഇതൊരു അനീതി എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ തിരിച്ചൊന്നുകൂടെ പറഞ്ഞാൽ, ഇപ്പം അത് വേണമെന്ന് ശടിക്കുന്നില്ല. കാലഘട്ടങ്ങൾ കൊണ്ട് മാറ്റം ഉണ്ടാകാം. ചിലപ്പോൾ ഇനി ഒരു അടുത്ത കാലഘട്ടങ്ങളിൽ അതിനൊരു മാറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം അവൈലബിലിറ്റി കുറവാണ്, വളരെ കുറഞ്ഞു. പ്രായമുള്ള ആളുകളെ സഭകളിലേക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ചെറിയ സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം കണക്കിലെടുത്തിട്ട് നല്ല ചിന്ത ഉണ്ടാകുന്നുണ്ട്. ദേവസഭ സ്റ്റേറ്റ് കൗൺസിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മുൻപോട്ടുള്ള ഗമനത്തിൽ മിക്കവാറും എന്ത് ചെയ്യും, മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ സഭകളും മാറിക്കഴിഞ്ഞല്ലോ. പ്രായത്തിന്റെ വ്യത്യാസം മാറ്റി. മനസ്സിലായി. ഷാജി ഇടുക്കി എന്നാണ് പേര്. ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം എന്തുവാ? ഷാജി എം സ്കറിയ. ഓക്കെ. ഫാദറിന്റെ പേര് സ്കറിയ. ഞങ്ങൾ ഇടുക്കിയിലെ കുടിയേറ്റക്കാര. തൊടുപുഴ ഭാഗത്തു നിന്നാണ് എൻ്റെ ഫാദർ. തൊടുപുഴയാണ്. കത്തോലിക്കരായിരുന്നു. യാക്കോബായ. അപ്പൊ അവിടുന്ന് കുടിയേറി 1956 ചതുപ്പ് കൃഷിക്ക് വേണ്ടിയുള്ള സർസിപിയുടെ കാലത്തുള്ള ആ ഒരു കുടിയേറ്റത്തിന്റെ കാലഘട്ടം കേരളത്തിന്റെ ഈ ഇടുക്കിയുടെ രൂപാന്തരത്തിൽ പ്രധാനപ്പെട്ട. അതെ. അപ്പൊ ആ സമയത്ത് എൻ്റെ ഫാദറും ജ്യേഷ്ഠന്മാരെല്ലാം കൂടി കുടിയേറി കൃഷി സ്ഥലം വെട്ടിപ്പിടിച്ച് അങ്ങനെ കുടിയേറിയ ആൾക്കാരാണ്. അവിടെ എൻ്റെ ഇപ്പം ജന്മവും എൻ്റെ ജീവിതവും മുഴുവനും ഇടുക്കി തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇടുക്കി എന്ന് പറയുന്ന ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ മാറ്റി. തീർച്ചയായിട്ടും അതൊരു സന്തോഷമുണ്ട് മനസ്സിനകത്ത്. കാരണം നമ്മൾ ഇടുക്കിക്കാരൻ എന്നുള്ളത് പറയാനായിട്ടൊരു അഭിമാനം. എൻ്റെ പേരിൻ്റെ കൂടെ നിലമ്പൂർ എന്നുണ്ടേ. സത്യത്തിൽ ഞാൻ നിലമ്പൂർ ആകെ ജീവിച്ചിട്ടുള്ളത് 7 വർഷമേ ഉള്ളൂ. അപ്പച്ചൻ എൻ്റെ ഫാദർ പാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് അവസാനം
പിന്നെ അല്ല എൻ്റെ ഫാദറിൻ്റെ ജീവിതകാലത്തിൻ്റെ ഒരു നല്ല പങ്ക് നിലമ്പൂരായിരുന്നു. പക്ഷെ ഞാൻ അവിടെ പാർത്തത് വെറും 7 വർഷമേ ഉള്ളൂ. പക്ഷെ ഇന്നും ഞാൻ അറിയപ്പെടുന്നതും എൻ്റെ പേരിൻ്റെ കൂടെ ഈ വാലായിട്ട് ഈ നിലമ്പൂരുള്ളത് കൊണ്ട് ഞാനൊരു നിലമ്പൂക്കാരനായിട്ടാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് 7 വർഷം ഞാൻ നിലമ്പൂർ താമസിച്ചു. കാരണം 17 പ്രീ ഡിഗ്രി പഠനാനന്തരം ബൈബിൾ കോളേജിലേക്ക് വരികയാണ്. അതിനുശേഷം പിന്നെ ഞാൻ നിലമ്പൂർ താമസിച്ചിട്ടേ ഇല്ല. അപ്പം എൻ്റെ ലൈഫിൽ ആകെ 7 വർഷമേ ഞാൻ നിലമ്പൂർ പാർത്തിട്ടുണ്ട്. ഞാൻ നിലമ്പൂർ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ. എനിവേ, നമ്മൾ മണക്കാലയിലേക്ക് ഒന്ന് പോയാൽ, മണക്കാലയിലായിരുന്നു നമ്മൾ കണ്ടുമുട്ടിയത്. പിന്നെ മണക്കാലയിൽ വന്ന് നിങ്ങൾ ശരിക്കും ഷാരോനായിരുന്നു അല്ലല്ലോ? ചർച്ചക്കൂടുണ്ട്. ഇടുക്കിയിലെ ക്ലീറ്റസ് സാറിൻ്റെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലാണ് എനിക്കൊരു അദ്ദേഹമായിട്ടൊരു പരിചയവും അദ്ദേഹം മുഖാന്തരമാണ് ഞങ്ങൾ കർത്താവിലേക്ക് വരുന്നത്. അന്ന് പെന്തക്കോസ്ത് സഭ ഇല്ല അവിടെ. ആ സമയത്ത് ചർച്ചക്കൂടുമായുള്ള ബന്ധത്തിലാണ് പഴയ ആളുകളെല്ലാം വന്ന് ശുശ്രൂഷിക്കുകയും ക്ലീറ്റസ് സാറും ആ ഒരു ബന്ധത്തിലാണ്. അങ്ങനെ വന്നപ്പം ക്ലീറ്റസ് സാറിൻ്റെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അതിനുശേഷം അവിടെ മണക്കാലയിൽ നിന്നുള്ള കുറച്ച് വിദ്യാർത്ഥികൾ, മാസ്റ്റർ കെ സണ്ണി, നൂറുദ്ദീൻ, അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ അവിടെ വന്ന് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി വന്നു. അന്ന സമയത്ത് അവർ തന്നൊരു ട്രാക്റ്റിൻ്റെ പുറകിലുള്ള അഡ്രസ്സ് കൊണ്ടാണ് ഞാൻ മണക്കാലയിൽ എത്തുന്നത്. ഇപ്പോൾ മണക്കാലയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് BTH എന്നോ CTH എന്നോ അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകണം, സുവിശേഷ വേല ചെയ്യണം, അത്രമാത്രമേ ഉള്ളൂ. അവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ 85 ഈ മാസത്തിലെ ബാച്ചിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ CC തോമസ്, പാസ്റ്റർ വിനോദ് ജേക്കബ്, അങ്ങനെ നമ്മുടെ സഹപ്രവർത്തകരായ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ ഒന്നിച്ച് പഠനം നടത്തിയപ്പോഴാണ് മനസ്സിലായത് BTH എന്ന് പറയുന്നു, സെറാംപൂർ എന്ന് പറയുന്ന കോഴ്സുണ്ട്. ഡോക്ടർ TG കോശി സാറിനോട് അഭ്യർത്ഥിച്ച് എനിക്ക് BTH പഠിക്കണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ച് 1 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ തരികയായിരുന്നു. സത്യത്തിൽ ഞാൻ 1 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 1 വർഷം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഡ്രോപ്പ് ഔട്ടാണ്. തിയോളജിക്കൽ പഠനം പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. ആ 1 വർഷം നമ്മൾ ഒരുമിച്ച് സാഹിത്യ പ്രവർത്തനത്തിൽ ഒത്തിരി കാര്യങ്ങൾ സെന്ററിന്റെ സജാനി എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഒരു കാലഘട്ടമുണ്ട്. അതെനിക്കിപ്പോഴും രസകരമായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂമിൽ വന്നിരുന്ന് നമ്മൾ സംസാരിച്ച്, പ്രത്യേകിച്ച് ഈ മാധ്യമ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ട് അന്ന് മുതലേ. നമുക്ക് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഓക്കെ. അപ്പം അതുകൊണ്ട് അന്നത്തെ ആ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സൗഹൃദം, നമുക്ക് ഉണ്ടായ സൗഹൃദം മറച്ചു മാറ്റാത്തൊരു സൗഹൃദം അല്ലേ? എപ്പോഴൊന്നും കാണുന്നില്ലേ പോലും നമ്മുടെ ഒരാളെന്നുള്ള തീർച്ചയായിട്ടും ഒരു ബന്ധമാണ്. ഉണ്ട്. മണക്കാലയിൽ ആ പഠനത്തിന് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ നമ്മൾ അടുത്തതും. പക്ഷെ മലബാർ ഗോസ്പൽ മെസ്സഞ്ചറുമായി സഹകരിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, പിന്നെ ഈ മണക്കാല പഠനം കഴിഞ്ഞ് നേരെ എങ്ങോട്ടായിരുന്നു? മണക്കാല പഠനം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ വാകത്താനം ടാബർനാക്കിൾ ബൈബിൾ കോളേജിലേക്ക് അധ്യാപകനായിട്ട് പോവാം. എൻ്റെ ഒരു കാരണം പക്ഷേ എൻ്റെ മനസ്സിലൊരു എക്കാലത്തും ഒരു ചിന്തയുണ്ടായിരുന്നതും മനസ്സിൽ ഏത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം. ചിന്തയുണ്ടായിരുന്നു പറഞ്ഞാൽ ഈ സുവിശേഷ വേലയിലാണെങ്കിലും ഒരു സഭയ്ക്കാണെങ്കിലും ബൈബിൾ സ്കൂളിലാണെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കരുത് എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ കൊടുക്കാതെ ഒരു കോളുണ്ടായി, ഒരു ദൈവഹിതം അതാണെന്നുള്ളൊരു ചിന്ത. പക്ഷേ അത് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് എൻ്റെ അന്നത്തെ ഹൃദയത്തിലെ ഒരു താല്പര്യമാണ്. അതുപോലെ തന്നെ സുവിശേഷ വേല ചെയ്യുകയാണെങ്കിൽ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി മറ്റു വഴികൾ അന്വേഷിക്കാതെ സുവിശേഷ വേല ചെയ്യുക, പൂർണ്ണ സമയം ചെയ്യുക. പട്ടിണി കിടന്നാലും ഞാൻ അതിനുവേണ്ടി ഉപജീവനത്തിന് വയറ് പിഴയ്ക്കാൻ വേണ്ടി വേറൊരു കാര്യം ചെയ്യില്ല എന്നൊരു ഉടമ്പടി. ഈ 2-3 കൂടെ അതിനെ നെഗറ്റീവായിട്ടും പറയാം, ഞാൻ വേറെ പണിയൊന്നും ചെയ്യത്തില്ല എന്ന് പറയും. അല്ല, അങ്ങനെ ഒരു കാര്യത്തിലല്ല ഞാൻ പറഞ്ഞൊരു വസ്തുത. നമ്മുടെ ഒരു സമർപ്പണം അത്രേ ഉള്ളൂ. ഉപജീവനത്തിനോ അല്ലെ പണത്തിനോ വേണ്ടിയോ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഒരു ബിസിനസ് ഇറങ്ങത്തില്ല, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു പണിയും ചെയ്യല, കൈ നനയത്തില്ല, എനിക്ക് വേർപ്പിന്റെ അസുഖം ആ കാര്യമൊന്നുമില്ല. അത് മനസ്സിലെ ഒരു ഹൃദയത്തിൽ തീരുമാനം. ഇപ്പോഴും അങ്ങനെ തന്നെയായി. സഭയുടെ ഭരണത്തിൽ വരുമ്പോഴും അത് തന്നെയാണ് എൻ്റെ മനസ്സിലെ ചിന്ത. അത് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാം. അപ്പം ഞാൻ പറഞ്ഞത് അതതിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ സുവിശേഷം അപ്പം അങ്ങനെ വരുന്നിരിക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ പോലും കൊടുക്കാതെ പാസ്റ്റർ ബിജി മാത്യൂസ് പെട്ടെന്ന് എന്നെ വിളിക്കുകയാണ്. ശരി, ഒരു കാര്യം ചെയ്യേ, പഠനം കഴിഞ്ഞല്ലോ, നീ ഇവിടെ നിൽക്കരുത്, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒരു തിങ്കളാഴ്ച എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഭാഗത്താൻ ടാബർനാക്കിൾ ഉണ്ട്. അദ്ദേഹം അവിടെ അധ്യാപകൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ അധ്യാപകൻ. അപ്പം നിങ്ങൾ തമ്മിൽ അന്ന് മുതലുള്ള പരിചയം? ഇപ്പോഴും ആ സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. സൗഹൃദമുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ദേവദാസന്മാരുടെ ബന്ധങ്ങളിൽ ആഴമേറിയ ബന്ധം തന്നെയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം
എനിക്ക് തോന്നുന്നു വെച്ച് കിട്ടില്ലാത്തൊരു മനുഷ്യൻ. അതെ അതെ, വളരെ സിമ്പിൾ, പിന്നെ നമുക്ക് ഇടപെടാൻ കൊള്ളാവുന്ന ഒരു തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. അസാധാരണമായ ദൈവകൃപയും അസാധാരണമായ സമർപ്പണവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. അതെ, തീർച്ചയായിട്ടും. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധം മുറിച്ച് മാറ്റാൻ പറ്റില്ല, അത് സൗഹൃദമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വാഗ്ദാനത്തെ ഇതെന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ്ഡ് കാലഘട്ടം. തീർച്ചയായിട്ടും അതെ. കാരണം നമ്മൾ അധ്യാപകനാകുക എന്നുള്ളത് മനസ്സിൽ കരുതിയിരുന്ന ആളല്ല. പക്ഷേ പി ജി മത് സാർ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയപ്പം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് കണ്ട അതിനകത്ത് അങ്ങ് ജോയിൻ ചെയ്തു. ആ സമയത്താണ് ജ്യോതിമാർഗം പത്രവും ഫുൾ ടൈം അതുമായിട്ടുള്ള ബന്ധത്തിൽ തോമസ് കുട്ടി ബ്രദറും ഞാനും ഒന്നിച്ചാ പിന്നെ അത് ഇത് കൈകാര്യം ചെയ്ത്. അപ്പോൾ വാഗ്ദാൻ ടാബർനാക്കിൾ ബൈബിൾ കോളേജ് വന്നതിന് ശേഷം എനിക്കൊന്ന് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായി. ഒരു അധ്യാപക പരിവേഷം എന്നുള്ളതിനൊക്കെ അപ്പുറത്തെ ഈ അതൊരു വലിയ ബന്ധം, ഭയങ്കര ബന്ധമായിരുന്നു, ഒരു ശിഷ്യ ബന്ധം. ഇപ്പം തന്നെ ദൈവസഭയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഓവർസിയേഴ്സ് ആയിട്ടുള്ള പല ആളുകളും വാഗ്ദാനത്ത് പഠിച്ചിറങ്ങി. അപ്പോൾ അവരെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു അഭിമാനം. അതൊക്കെ നമ്മുടെ വോട്ട് ബാങ്കായിട്ട് മാറുകയും ചെയ്തു. അതൊന്നും വലിയ കാര്യമില്ല. അധ്യാപകനായി എന്നുള്ളത് സൗഹൃദവും ഒക്കെ നിലനിൽക്കും. വോട്ട് ബാങ്കുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ല അങ്ങനെ ഒരു കാര്യം ശരിയാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാകാം പരിചയങ്ങളും പിന്നെ സൗഹൃദവും സ്നേഹവും അതുകൊണ്ട് അതിപ്പോഴും. കാരണം നമ്മൾ ഈ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ അധ്യാപകനെ ശരിക്കറിയുന്നത് വിദ്യാർത്ഥിക്ക്. അതെ അതെ. അപ്പം നമ്മുടെ മാനറിസം മാത്രമല്ല, നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതികളും നമ്മൾ എന്താണെന്ന് നമ്മളെക്കാട്ടിലും നന്നായിട്ട് അവർക്ക് പറയാം. അവർ വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യും. നമ്മൾ പിന്നെ അവരെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ സമർപ്പണം എന്താണെന്ന് അവർ തിരിച്ചറിയും. അതിനപ്പുറത്തേക്ക് വേറൊന്നും നമ്മൾ പഠിപ്പിക്കില്ല. അതൊരു വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയല്ല. എപ്പോഴും അധ്യാപകർക്ക് ഈ സ്റ്റുഡൻസിൻ്റെ മുൻപിൽ, പ്രത്യേകിച്ച് ഈ തിയോളജിക്കൽ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ മുൻപിൽ ഇവരുടെ ഒരു ലൈഫും പ്രധാനമാണല്ലോ. അധ്യാപകരുടെ ലൈഫിൽ വളരെ പ്രധാനമാണ്. അത് വെറുതെ എന്തെങ്കിലും പഠിപ്പിച്ചേച്ച് പോയാൽ പോരല്ലോ. അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സിസ്റ്റം പുസ്തകത്തിലുള്ള ഒരു സിലബസ് അങ്ങ് ഫോളോ ചെയ്യും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഞാനവിടെ താമസിച്ച് പഠിപ്പിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ വിദ്യാർത്ഥികളുടെ നല്ല ബന്ധം, ഒരു നല്ല സൗഹൃദവും നല്ല ബന്ധവും ഒക്കെ എനിക്ക് കിട്ടി. അത് മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ വിദ്യാർത്ഥികളെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മനസ്സിന് സന്തോഷിക്കുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. ഓക്കെ, എനിവേ, അങ്ങനെ ബൈബിൾ കോളേജിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ബൈബിൾ കോളേജിൽ അവിടെ വാഗ്ദാൻ ടാബർനാക്കിൾ ബൈബിൾ കോളേജിൽ 94 വരെ നിന്നുള്ളൂ. 94. അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ച് ഇടുക്കിയിലേക്ക് തന്നെ പോയി സുവിശേഷ പ്രവർത്തനം ചെയ്യുകയായിരുന്നു. ടീം വർക്കുകൾ നടത്തി. അതുപോലെ തന്നെ കേരളം മുഴുവനുള്ള യാത്രകൾ നടത്തി. അത് ജോസ് ഫിലിപ്പ് തുടങ്ങിയ ഇടുക്കി ജില്ലയിൽ യാത്ര നടത്തി. കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും വരാൻ പറ്റില്ല. നിലമ്പൂരൊക്കെ വന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെ പല യാത്രകളുടെ എല്ലാവരുടെയും കൂടി ഉണ്ടാകും. ചെന്നൈ യാത്ര ഞാൻ പങ്കെടുത്തില്ല. അങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്തു. അന്ന് വിവാഹം കഴിക്കുന്നതിന് മുമ്പായതുകൊണ്ടേ ഒന്നിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ലാത്ത കാലഘട്ടം. പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം അമ്മ സുഖമില്ലാതിരിക്കുന്നു. 2 സഹോദരിമാർ വീട്ടിലുണ്ട്. അപ്പം എനിക്ക് സത്യത്തിൽ ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ നേരെ ഇളയ സഹോദരിയാണ് പാസ്റ്റർ ടി സൈമൺ വിവാഹം ചെയ്തിരിക്കുന്ന കുമ്പനാട് അധ്യാപകനായിരിക്കുന്ന ടി സൈമന്റെ വൈഫ്. രണ്ടാമത്തെ പെങ്ങള് കോട്ടയത്തുണ്ട്, കോട്ടയം അഞ്ചേരി IPCS സഭയിൽ. ഞാൻ മൂത്തതാ, ഒരാണേ ഉള്ളൂ, പെങ്ങന്മാർ 2 പേര്. അപ്പോൾ അതുകൊണ്ട് അമ്മ സുഖമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രയാസമൊക്കെ ഉണ്ട്. വീട്ടിൽ അമ്മ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, സഹോദരിമാർ ഇട്ടിട്ട് പോകാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതൊക്കെ മറികടന്ന് യാത്ര ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ ഇടുക്കിയിലേക്ക് മടങ്ങിപ്പോയി. അപ്പോഴും സഭാ ശുശ്രൂഷ അല്ല ടീം പ്രവർത്തനം, സുവിശേഷീകരണം, മറ്റു കാര്യങ്ങൾ, അങ്ങനെ കാര്യങ്ങളില്ല. ഓക്കെ. പക്ഷേ 1997 ആയപ്പം അങ്ങനെ സാറേ എങ്ങനെ ഉപജീവന കാര്യങ്ങളൊക്കെ നടന്നു? ഉപജീവന കൃഷിയുണ്ട്. എനിക്ക് പുരയിടമുണ്ട്, അപ്പനുണ്ടാക്കിയ സ്വത്ത് കിടപ്പുണ്ട്, തെങ്ങുണ്ട്, തേങ്ങയുണ്ട്, കുരുമുളകുണ്ട്, കാപ്പിയുണ്ട്, എല്ലാ ആദായങ്ങളൊക്കെ. കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നടന്നു. അങ്ങനെയുള്ള ടെൻഷൻ ഒരു ടെൻഷൻ. കാരണം കൃഷി, അതുപോലെ പശു, ആട്, കോഴി, ഇങ്ങനെയുള്ള സാധാരണ കർഷക കുടുംബത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതായത് ഒരു വരുമാനം അങ്ങനെയാണല്ലോ, വാർഷിക വരുമാനമാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും അതൊരു പരാധീനതയായിരുന്നില്ല, അത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എനിവേ, നമ്മൾ ഈ തിരിച്ചു വന്നാൽ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഈ ടീം വർക്ക്, അത് കഴിഞ്ഞിട്ട് ബൈബിൾ കോളേജ് അധ്യാപകൻ, ടീം വർക്ക്, സുവിശേഷീകരണം, സഭാ ശുശ്രൂഷ, സഭാഭരണം, ഇങ്ങനെ പല
ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തനം ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള ശുശ്രൂഷ ഏതാണ്? അത് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ വ്യക്തിപരമായി ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ യേശുവിലേക്ക് വരുന്ന കാഴ്ചയാണല്ലോ സത്യം പറഞ്ഞാൽ ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒരു ആത്മാവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അവര് ജീവിതം രൂപാന്തരപ്പെടുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാത്തൊരു അഭിമാനം, വെളിയിലുള്ള ഉറപ്പ് യാതൊരു സന്ദർഭമാണ്. കാരണം സുവിശേഷ വേലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ഈ സുവിശേഷ വേലയല്ല, ആ സഭാ പരിപാലനത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു 21 ദിവസം ഉപവാസമായിരുന്നു ഇടുക്കിയിൽ, സ്വന്തം നാടാണ്. ഇപ്പം എൻ്റെ അവിടെ അധികം വിശ്വാസികളൊന്നുമില്ല. അപ്പം ഉള്ളവരെ എല്ലാം ഞാൻ അനൗൺസ് ചെയ്തിട്ട് ഞാനൊരു പന്തൽ കെട്ടി ഒരു പുരയിടത്തിൽ വെറുതെ ഉപവസിച്ചിരിക്കുക. പക്ഷേ VB ജോൺ എന്നൊരാൾ എൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട്. ഞങ്ങളൊന്നിച്ചിരുന്ന് ഇങ്ങനെ ഉപവസിച്ച് 21ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ആ ദേശം മുഴുവനും ഇവിടെ ഭയങ്കര സംഭവം നടക്കുന്നു എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയിൽ പല ദൈവദാസന്മാരും വന്നു. ഞാൻ ഈ പ്രവചനത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്ന ദൂതുകളിലൊക്കെ ദൈവം ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കാൻ പോകുന്നു, ഈ നിലയിൽ പോയാൽ പോരാ, ദേശത്തെ നേടണം, ആത്മാക്കളെ നേടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ദൂതുകളല്ല. നീ എൻ്റെ കാര്യം നോക്കാം, ഞാൻ നിൻ്റെ കാര്യം നോക്കാം എന്നൊക്കെ പറയുന്ന ആലോചനകൾ. അത് കേട്ട് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ കാര്യം ആര് നോക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇറങ്ങിയാൽ എന്തു ചെയ്യും? ഞാൻ ഇതുവരെ ഒന്നും വാങ്ങി പഠിച്ചിട്ടില്ല, ഇതുവരെ വീട്ടിലെ ആദായം കൊണ്ട് ജീവിച്ചിട്ടേ ഉള്ളൂ. ഇനി എങ്ങനെ ഒരു സ്വോത്രകാഴ്ചയോ ദശാംശമോ ആരെങ്കിലും എനിക്ക് തരുമോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ സഭാപരിപാലനത്തിന് ഒട്ടും മനസ്സ് വരുന്നില്ല, സത്യം പറയാം. പക്ഷേ ഈ ബൈബിൾ സ്കൂളിൽ അധ്യാപകനായിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മച്ചി വയ്യാതിരിക്കുന്നു, അമ്മച്ചി ഇട്ടിച്ച് എങ്ങനെ ഞാൻ പോകും? പിന്നെ പെങ്ങന്മാരെ ഇട്ടത് ഞാൻ എങ്ങനെ പോകും? ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് ഞാൻ എവിടെ പോയി താമസിക്കും? അങ്ങനെ ഒരു ചെറിയൊരു മാനസിക സംഘർഷം. ആ സംഘർഷത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചത് ഈ ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന സമയത്ത് എനിക്ക് ധൈര്യം കിട്ടി. അങ്ങനെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി വേല ചെയ്യണം, നമ്മുടെ സ്വന്തം നാടാണ് ഇവിടെ. അപ്പം അമ്മച്ചി ഈ കാട്ടാനിയോട് മല്ലടിച്ച് അവിടെ കൃഷിയിടങ്ങൾ അവിടെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഒരു പുരയിടം അയച്ചിട്ട് പോകാൻ അമ്മച്ചിക്കൊരു മനസ്സില്ല. മകൻ സുവിശേഷ വേല ചെയ്യുകയും ചെയ്യണം. പക്ഷെ അമ്മച്ചി പറഞ്ഞു, മക്കൾ നിങ്ങൾ പോകോ, ഞാൻ പിന്നെ ഇവിടെ താമസിച്ചോളാം. അപ്പം അമ്മ രോഗിയാണ്. രാത്രി 2 മണിക്കും 12 മണിക്കൊക്കെ ആശുപത്രി കൊണ്ടുപോകുന്ന കാർഡിയാക് ആസ്മ ഉണ്ടായിരുന്നു. ഒരു വാൽവ് വീക്ക്, ഒരു വാൽവ് ലീക്ക്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അമ്മച്ചി രാത്രി നമുക്ക് സ്വസ്ഥമായിട്ട് ഇട്ടേച്ച് പോകാൻ പറ്റിയില്ല. ഏതായാലും ഒരാഴ്ച അമ്മച്ചി കരഞ്ഞു. മോനിങ്ങനെ പറയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞ് അവരെല്ലാം ഓരോ സ്ഥലത്തെത്തി. ആ സമയത്ത് 2000 ആയി. അപ്പോഴത്തേക്കും 7 വരെ 10 കഴിഞ്ഞാൽ സാധാരണ പോലെ വേല ചെയ്യുക. മനസ്സിലായി. പിന്നെ പത്രപ്രവർത്തനത്തിനിടയ്ക്ക് നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ചില ആളുകൾക്കൊക്കെ പിന്നെ നമ്മുടെ മാധ്യമം ദിനപത്രത്തിന് വേണ്ടി കുറച്ചാൾ അത് ഒരു വീട്ടിൽ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ. പക്ഷേ അതെല്ലാം എൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്കും കൂടെ ആയിരുന്നു എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനെടുത്ത ഉടമ്പടിയിൽ നിന്നൊരു ലംഘനമായോ എന്നൊരു സംശയം എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫ് ഷേർലി എപ്പോഴും പ്രാർത്ഥിക്കും. ഷേർലി പ്രാർത്ഥിക്കുന്ന കാര്യം, ദൈവമേ സുവിശേഷ വേലയിൽ പൂർണ്ണമായി ഇറങ്ങണം. അവള് സുവിശേഷ വേലക്കാരനെ കല്യാണം കഴിച്ചു ഇടുക്കി വന്ന് പശുവിനെ നോക്കുക, തേങ്ങയിടുന്ന തേങ്ങയിടയില്ലാരുടെ പുറകെ പോയിട്ട് തേങ്ങ എണ്ണുക, അതുപോലെ തന്നെ പണിക്കാർ വരും, അവർക്ക് ഭക്ഷണം ഉണ്ടായി. ഈ പണിയിലേട്ടങ്ങ് മാറി. അവള് സ്വാഭാവികമായിട്ട് സങ്കടം വരും. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതായാലും ദൈവം അവിടെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കാഴ്ചപ്പാടുകൾ ഉണ്ടായി വരച്ച് താമസം 2000 ആയപ്പോൾ ഉറച്ച ഉടമ്പടിയിലേക്ക് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ഡിസിഷനിലേക്ക് വന്നു. ഫാസ്റ്റ് VCTയെ ഞാൻ ഇവിടെ വന്ന് കണ്ടു. ഓവർസിയർ അന്നത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷാജി ഒരു കാര്യം ചെയ്യും, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ തിരുവല്ലയിലൊക്കെ വാ, കോട്ടയത്തോട്ട് വാ, എവിടെയെങ്കിലും നിങ്ങൾക്ക് സഭ തരാം, അവിടെ ഒന്നും കിടന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പിന്നെ അങ്ങനെ സഭാപരിപാലനത്തിനൊരു ഉടനെ താല്പര്യമില്ല, ഞാൻ സുവിശേഷ വേല ചെയ്തോളാം, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ഔദ്യോഗിക ശുശ്രൂഷകനാണെന്ന് എന്നെ സമ്മതിച്ചാൽ ഇവിടെ ഒന്നും തരികയല്ല കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഉറച്ച നിലപാടെടുത്ത് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇനി എന്തായാലും ഞാനിനി വയ്ക്കുന്നില്ല, എനിക്കിനി മുന്നോട്ട് പോകണം, അതുകൊണ്ട് ഈ സ്ഥലത്ത് ഇനിയും വേല ചെയ്യുന്നില്ല, പകരം പുതിയൊരു സ്ഥലം കണ്ടെത്തി പോവുക. അപ്പോൾ ഇട്ടി സാറിനോട് സംസാരിച്ചു. ഇട്ടി സാർ പറഞ്ഞു, ഷാജി ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ചർച്ച കൊണ്ടൊരു പാസ്റ്റായിട്ട് ഒരു അപ്രൂവൽ തന്നാൽ മതി, ഒന്നും തരികയില്ല, അത് സാരമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സുവിശേഷ വില ചെയ്ത് ഒരു ലക്ഷ്യവും മനസ്സിലില്ല, ആകെ സുവിശേഷ വിലയുള്ളൂ.
ആത്മാക്കളെ നേടുക, സഭ സ്ഥാപിക്കുക, പ്രവർത്തിക്കുക, ഇതൊക്കെ അല്ലാതെ വേറെ ഒരു ലക്ഷ്യവും നമുക്ക് മനസ്സിലില്ല. സഭ നേതാവാകണമെന്നോ ഒന്നുമില്ല. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ നേരത്തെ കയറിയിരുന്നെങ്കിൽ ഞാൻ ഇതിനൊക്കെ മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ട് അങ്ങനെ മനസ്സിലേ ചിന്തയില്ല. പക്ഷെ അങ്ങനെ വന്ന അവസാന നിമിഷത്തിൽ ടി സാർ പറഞ്ഞ അനുസരിച്ച് ദേവികുളം താലൂക്കും ഉടുമ്പൻചോല താലൂക്കിൻ്റെ പകുതി ഭാഗവും ചേർത്ത് വേല ചെയ്യാൻ എനിക്ക് റിട്ടേൺ ആയിട്ട് എഴുതി തന്നു. അന്ന് തന്നെ ഒരു മേഖല മുഴുവൻ തിരിച്ചു. അങ്ങനെയാണ് ഞാൻ നെടുങ്കണ്ടം സ്ഥലത്ത് ചെല്ലുന്നത്. നെടുങ്കണ്ടത്ത് ചെന്നു ദീർഘവർഷങ്ങൾ 2001 മെയ് 25 മുതൽ ഏപ്രിൽ 16 ചെന്നു. മെയ് 25 മുതൽ 25 വർഷം ഇപ്പോൾ പൂർത്തീകരിക്കുക. ഈ മെയ് 25 ആകുമ്പോൾ 25 വർഷം പൂർത്തീകരിച്ചു അവിടെ തന്നെ. അതിന് ഇടയ്ക്ക് ഞാൻ 2 വർഷം 9 മാസം കുവൈറ്റിൽ പോയി. അത് ആ ഒരു ഗ്യാപ്പ് വന്നു, അത് മാത്രമേ ഉള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചും പോവാം, അല്ലെ പിന്നെ വിട്ടുപോകും. ഇപ്പോഴും ഉപവാസം എടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉപവാസവും പ്രാർത്ഥന. ദീർഘസമയങ്ങളിൽ 21 ദിവസമൊന്നും എടുത്തിട്ടില്ല. 3 ദിവസം 7 ദിവസം അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ എടുക്കാറുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന്, ഷുഗറിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, എന്നാലും അത് വകവെക്കാതെ തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഈ ഷാജി ഇടുക്കിയെ കാണുന്ന കാലം തൊട്ട് ഈ ഇത്രയും രൂപത്തിലായിരിക്കുന്നത്. ഞാനും അന്ന് നമ്മൾ മണക്കാലായിരുന്നപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ വലുപ്പം, ഈ ഈർക്കിൽ പോലെ. ഞാനിപ്പോൾ നല്ല തടിച്ച് നല്ല എങ്ങനെ ഇത് ഈ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു കാരണം. ഇങ്ങനെ ആയെന്ന് മാത്രമേ ഉള്ളൂ. കഴിക്കാറില്ലേ? അതോ ഭക്ഷണം കഴിക്കും, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കും, എല്ലാ തരത്തിലുള്ള ഭക്ഷണം കഴിക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഭക്ഷണ ക്രമീകരണങ്ങളൊന്നുമില്ല. എനിക്ക് ഈ ശരീരപ്രകൃതി വയറ് കൂടാതെയും ശരീരം ഇങ്ങനെ പോകാനും അതെങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഈ ഓവർസിയർ ആകുമ്പോൾ ഇച്ചിലൂടെ വയറൊക്കെ വേണ്ടേ? ഓവർസിയർ ആകുമ്പോൾ വേണമായിരിക്കും, നമ്മൾ ഓവർസിയർ ആകുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ഓവർസിയർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോഴേ അങ്ങനെ ഒരു സന്ദർഭത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നില്ല. ഞാൻ അതിൻ്റെ രാഷ്ട്രീയ ചിന്ത കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന കൗൺസിൽ സെക്രട്ടറി ചെയർ പോലും എൻ്റെ കണ്ണിപ്പെട്ടതല്ല. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ ചരിത്രം പറഞ്ഞതൊന്ന് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഈ നെടുങ്കണ്ടം കേന്ദ്രമാക്കി ചർച്ച് ഓഫ് ഗോഡിന് ഇപ്പൊ എത്ര സഭയുണ്ട്? ഇപ്പം 9 സഭകളുണ്ട്. അതിൽ സജീവമായിട്ടെന്ന് പറയാൻ 7 പ്രവർത്തനങ്ങൾ 14 തുടങ്ങി. നെടുങ്കണ്ടം കേന്ദ്രം ഇടുക്കി സെന്റർ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇടുക്കി സെൻറ്റർ എന്ന് പറയാൻ കാരണം ഇടുക്കി ഭാഗത്തുള്ള ചെറുതോണിയിലെ സഭ ഈ സെൻറ്ററിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇടുക്കി സെൻറ്റർ എന്ന് പറഞ്ഞത്. പിന്നീട് അത് അടിമാലിയിൽ നമ്മൾ സഭ തുടങ്ങിയാണ് ദേവികുളം താലൂക്കിലേക്ക് എൻ്റർ ചെയ്തത്. പല സഭകളുണ്ടായിരുന്നു. 14 ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ 7 നിലനിൽക്കുന്നുള്ളൂ. സത്യത്തിൽ ഈ ആ മേഖല, ഈ ദേവികുളം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അതെ, ആ മേഖലയിലൊക്കെ പെന്തക്കോസ്തുകാർ കണ്ടമാനമുള്ള ഒരു മേഖല. പെന്തക്കോസ്തുകാരുണ്ട്. അത് ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ് ഒത്തിരി. അത് തമിഴ് മേഖല. ആ തമിഴ് മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത നിലയിലുള്ള സഭകളുണ്ട്. പക്ഷേ ഫ്ലറീഷ് ആകുന്നത് വളരെ ചുരുക്കമുള്ളൂ. ബാക്കിയെല്ലാം ഈ ലയങ്ങളിലും ചെറിയ മേഖലകളിലും ഒക്കെ ആയിട്ട് ചർച്ചസാണ്. പക്ഷേ തമിഴ് മേഖല ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ചില ഇൻഡിപെൻഡൻറ്റ് ചർച്ചസും. പിന്നെ മെയിൻ സ്ട്രീം ചർച്ചസ് എന്ന് പറയാനായിട്ട് ഇപ്പം നിലവിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജോഷുവ പാസ്റ്ററുടെ മകനും ഒക്കെ ചേർന്ന ഒരു സഭയോടെ ഉണ്ട്, ജോൺ ഡി. അതിനുശേഷം പിന്നെ അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രസ്ഥാനങ്ങളുണ്ട്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രസ്ഥാനം 1950 ശേഷം മന്നാങ്കണ്ടം എന്നൊരു സ്ഥലത്ത് പോസ്പിസിൽ സാഹിബ് വന്ന് യോഗം നടത്തി കുറച്ചുപേര് സ്നാനപ്പെട്ടത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ ഒരു പ്രവർത്തനം ദേവികുളം താലൂക്കിൽ കയറിയിട്ടില്ല. അത് ആ സമയത്താണ് ഞാനത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിലെ ഒരു പ്രവർത്തകൻ, അതനുസരിച്ച് സ്റ്റേറ്റിന്റെ പ്രവർത്തനം ഇതുവരെ ചെന്നിട്ടില്ലാത്ത മേഖലയിലേക്ക് അത്രേ ഉദ്ദേശിച്ചു. ഈ സത്യത്തിൽ പിന്നെ ഈ ഇടുക്കി മേഖലയിലെ സുവിശേഷ പ്രവർത്തനം, സഭാ പ്രവർത്തനം ഒക്കെ അവിടെ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അല്ല, ഇപ്പം നിലവിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഒരാളില്ല എന്നൊരു വെല്ലുവിളിയുണ്ട്. വർക്കേഴ്സ് ഇല്ല, നല്ല സമർപ്പണമുള്ള പ്രവർത്തകരില്ല. രണ്ടാമത്തെ കാര്യം, ആ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തിക ചെലവുകൾ. ഇപ്പോൾ ദേവികുളം താലൂക്കിൽ ഒരു വേല തുടങ്ങണമെങ്കിൽ സ്ക്വയർ ഫീറ്റ് കണക്കിന് പൈസ വാടക കൊടുക്കണം. മെയിൻ സ്ട്രീം സ്ഥലത്ത് മൂന്നാറിലൊരു വേല ചെയ്യുന്നത് ചെറിയ സിറ്റി ആണെങ്കിലും ഭയങ്കര ഒരു ക്രൗഡുണ്ട്. അപ്പം തന്നെ ആളുകൾ വരുന്നുണ്ട്. ഒരു വാടകയ്ക്ക് ഭയങ്കര വലിയ ചാർജാണ്. അതുപോലെ തന്നെ ഭക്ഷണ കാര്യങ്ങൾക്ക് വലിയ കുഴപ്പം വരികയില്ല. പച്ചക്കറി മറ്റു കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരും. പക്ഷേ ജീവിത സൗകര്യങ്ങൾ വളരെ പ്രയാസമുള്ള സ്ഥലമാണ്. അത് ഉള്ള സ്ഥലത്തിനെല്ലാം
സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ആളുകൾ താമസിക്കാൻ വേറെ ടൂറിസ്റ്റ് മേഖലയായതുകൊണ്ട് ടൂറിസ്റ്റ് മേഖല. അപ്പോൾ തന്നെ മൾട്ടി ലാംഗ്വേജ്, 2 ലാംഗ്വേജുള്ള ഒരു ആളെങ്കിലും കുറഞ്ഞത് അവിടെ പ്രവർത്തിക്കണം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം. അല്ലെങ്കിൽ ഒറ്റ ഭാഷ മാത്രം തിരഞ്ഞെടുത്ത് തമിഴ് മേഖലയിൽ പ്രവർത്തിക്കണം. അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇടുക്കി ജില്ലയിലെ എന്ന് പറയുന്ന പഴയ കാലത്തുള്ള ആ അസാധ്യതകളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ആളുകൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇടുക്കി. ഇടുക്കി ജില്ല ഒരു സമയം ഒന്ന് കാലാവസ്ഥ നല്ലതാണ്, നല്ല കാലാവസ്ഥ, സുഖകരമായ കാലാവസ്ഥ, നല്ല റോഡുകളുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല റോഡുകളുണ്ട്, ഏറ്റവും ബെസ്റ്റ് റോഡുകൾ എന്ന് വേണേൽ പറയാം. അതുപോലെ മല കയറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. സുവിശേഷ വേലയിൽ ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് നല്ല പ്രവർത്തകരും സമർപ്പണമുള്ള വേലക്കാരും, അതോടൊപ്പം തന്നെ സഭ അതിനെ പ്രത്യേകം കെയർ ചെയ്ത് സാമ്പത്തിക സഹായം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് എത്തിക്കാൻ പറ്റും. എന്നാലേ പറ്റുള്ളൂ. കാരണം അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല ആളുകൾ. സഭ ഒരു സഭയും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഹൈ റേഞ്ച് ഒരു മേഖലയായിട്ട് ഒരു സ്ട്രാറ്റജിക്കലായിട്ട് അതിനെ കണ്ട് ആ നിലയിൽ അത് ചെയ്യുന്നില്ല. അങ്ങനെ തോന്നിയാൽ, അങ്ങനെ നടത്തിയാലുണ്ടല്ലോ ഭയങ്കര സാധ്യത ഇപ്പോഴും കിടപ്പുണ്ട്. അത് തന്നെയല്ല, വെൽത്ത്, ഹൈ റേഞ്ചിലെ പിന്നെ ഏലത്തോട്ടങ്ങൾ, അതിലെ സ്പൈസസിൻ്റെ എല്ലാ സ്പൈസസിൻ്റെ ഉറവിടം ഇന്ത്യയിലെ ഏതാണ്ട് 2/3 വിദേശ നാണ്യം നേടിത്തരുന്ന മേഖലയാണ് ഇടുക്കി ജില്ല തന്നെ. അത് പിന്നെ നമ്മുടെ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഒരുപാട് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ആ സ്ഥലത്തുള്ള ആളുകളൊന്നും മനസ്സ് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നൊന്നും ആളുകൾ വരണ്ട. അവിടുത്തെ ധനികരായിട്ട് ആളുകൾ ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വിശ്വാസത്തിലില്ല. ദൈവവചന പ്രകാരം മുന്നോട്ടിറങ്ങി വന്ന് വേർപെട്ട സഭകളിൽ കുറവാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും താമസം. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ വേലയ്ക്ക് ഇപ്പോഴും സാധ്യതയുണ്ട്, ഇപ്പോഴും വഴികൾ തുറന്നിട്ടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ. ഒന്ന്, സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ ആളില്ല. 2, സമർപ്പണമുള്ള വേലക്കാരില്ല. ഓക്കെ, നമുക്ക് ആ വിഷയം വിട്ടിട്ട് ഈ മാധ്യമ പ്രവർത്തന രംഗത്തോട്ട് വന്നാൽ ജ്യോതിമാർഗം ആദ്യഘട്ടത്തിൽ ഒരു പ്രധാന കാര്യമായിരുന്നു. പിന്നീട് സ്വന്തമായിട്ട് ശുഭവാണി പത്രം ഇപ്പോൾ ഉണ്ടോ? അത് ഇല്ല. എന്നെ നിർത്തി കളഞ്ഞു. നിർത്തിയതിൻ്റെ പിന്നിലെ ചരിത്രം എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നു സാങ്കുട്ടി കുറച്ച് കാര്യങ്ങൾ അറിയാം. നമ്മൾ ഒരിക്കലും നമ്മുടെ ഇടതുപക്ഷ ചായ്വിലേക്ക് പെന്തക്കോസ്തുകാരെല്ലാം വോട്ട് ചെയ്ത ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പറഞ്ഞു. ഫ്രാൻസിസ് ജോർജിനെ ഇടുക്കി MP ആക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തി, രാഷ്ട്രീയ പോരാട്ടം നടത്തിയൊരു സമയം. അപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ എങ്ങനെയും വിജയിപ്പിക്കണം, കാരണം ഇടുക്കിക്ക് ഒരു പ്രയോജനമാണെന്ന് കണ്ട് ആ സമയത്ത് ഇടതുപക്ഷത്തിലാണ് ഫ്രാൻസിസ് ജോർജ് നിൽക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ. അപ്പോൾ ആ ജോസഫ് ഗ്രൂപ്പിലെ പ്രധാന ആളുകളുമായിട്ടെല്ലാം നല്ല സൗഹൃദം സ്ഥാപിച്ചു. ജേക്കബ് സാറ്, ഫ്രാൻസിസ്, തിരുവനന്തപുരത്തുള്ള ഫ്രാൻസിസ്, അങ്ങനെ എല്ലാവരുമായിട്ടൊരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങേയറ്റം ഒരു അടുപ്പം ഫ്രാൻസിസ് ജോർജിനോട് തോന്നി. അപ്പോൾ ആ സമയത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ഒരു ചെറിയ ചായ്വ് എല്ലാവരും, കാരണം നമുക്ക് വേണ്ടി അച്യുതാനന്ദൻ ആറന്മുളയിൽ സംസാരിച്ചു, EK നായനാർ സംസാരിച്ചു. അപ്പോൾ നമുക്ക് അന്നേരം ഉണ്ടായ ഒരു ഷിഫ്റ്റായിരുന്നു. കാരണം കോൺഗ്രസ് അനുഭാവികളായ പെന്തക്കോസ്തുകാര് ഓൾമോസ്റ്റ് തിരിഞ്ഞ് ഇടതുപക്ഷത്തോട് ചേർന്നു വന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതുമായിട്ട് അങ്ങ് കൂട്ടിച്ചേർന്നു. അന്നേരം സാങ്കുട്ടി തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ തിരിച്ചു സഹായിക്കും. ആ ഒരു പോളിസി ഞാനും എടുത്തു. ഈ ഇലക്ഷനോടെയാണ് അത് മാറിയത്. ഈ ഇലക്ഷനോടെ അത് അട്ടപടലം കമ്മ്യൂണിറ്റി ഒരു 90% തിരിച്ചു വന്നു. അല്ല, അന്നത്തെ സാഹചര്യം പറഞ്ഞു. അത് ആ പത്രപ്രവർത്തനം നിർത്താനുള്ള കാര്യം, ആ പത്രം നിർത്താനുള്ള കാര്യം, അതിൻ്റെ ഒരു 5 ലക്ഷം കോപ്പി ഇടതുപക്ഷത്തിന് വേണ്ടി അച്ചടിച്ച് പുറത്തിറക്കി. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചായ്വിന് വേണ്ടിയോ നമ്മൾ ആ പത്രം ഉപയോഗിച്ചു. പിന്നീട് അതെനിക്ക് നമ്മുടെ ക്രൈസ്തവ മണ്ഡലത്തിൽ നമുക്കൊരു കുറ്റബോധം, ഒരു കുറ്റബോധം എന്ന് പറയാം, എന്ന് വേണമെങ്കിൽ പറയാം. കുറ്റബോധം എന്ന് പറയാം. കുറ്റബോധമാണോ എന്ന് എനിക്ക് തോന്നുന്നു. അകത്ത് കിടക്കുന്ന സുവിശേഷവും ആണല്ലോ തമ്മിൽ യോജിക്കാതെ വന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഞാൻ അത് വിചാരിച്ചു, ഇനി ആ ഒരു പേരിൽ തുടരണ്ട എന്ന് കരുതി. അതല്ല, ഈ ആ സെയിം ഒരു പ്രോസസ്സിലൂടെ ഞാൻ പോയിട്ടുണ്ട്.
അറിയാലോ. അറിയാം. പെന്തക്കോസ്തർ ഇടതുപക്ഷത്തേക്ക് എന്ന് പറഞ്ഞാൽ 1996 ഇലക്ഷൻ സമയത്ത് കെ നായനാരും മുഖ്യമന്ത്രിയാകുന്ന ആ ഘട്ടത്തിൽ ഹല്ലേലൂയ തുടങ്ങി ഒരു ചില മാസങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. ആ സമയത്താണ് പെന്തക്കോസ്തർ ഇടതുപക്ഷത്തേക്കെന്നും പറഞ്ഞ് വലിയൊരു ലീഡ് വാർത്ത അടിച്ച് പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് കോപ്പികൾ കേരളത്തിൽ മുഴുവൻ, ഈ പെന്തക്കോസ് ഇത്രയും വ്യാപകമല്ല അന്ന്, പക്ഷേ അവരത് കൊണ്ടുപോയി എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്ത് എത്തിക്കാവുന്നിടത്തെല്ലാം എത്തിച്ച ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ ഇലക്ഷനോടനുബന്ധിച്ച് ഈ 1996 ആ ഇലക്ഷനോടനുബന്ധിച്ച് ഇങ്ങനെ ഇത് ചെയ്തു. എനിക്ക് ഈ പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ ആളുകളുമായിട്ട് നല്ല ബന്ധം, കെ രാമകൃഷ്ണൻ സാറ്, അങ്ങനെ പലരുമായിട്ടും വ്യക്തിപരമായ ബന്ധമുണ്ടായി. പക്ഷേ ഞാൻ അന്നത്തോടെ ഈ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തി. പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ പുറകെ പോവുകയോ അവരോട് ചേർത്ത് നിന്നൊരു ഫോട്ടോ എടുത്ത് പത്രത്തിലിടുകയോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും പിന്നീട് പത്രം എന്ത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഒരു വേറൊരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് സിമിലറാണ്. പക്ഷെ ഞാനെന്നേ പിന്നീട് ആ പത്രം തുടരാൻ ഉദ്ദേശിക്കാത്തതിൻ്റെ കാരണം അതിനകത്ത് ഫുൾ രാഷ്ട്രീയമായിരുന്നു. അതായത് ഒരു ക്രൈസ്തവ മാധ്യമം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തായിട്ട് അതിനകത്ത് പൂർണ്ണ രാഷ്ട്രീയം അതിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ ആ ശുഭവാണി പത്രം എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ കാര്യം, അത് നമ്മുടെ സഭകളിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികളുള്ളവരുണ്ട്. ഇനി അത് അവരുടെ ഇടയിലേക്ക് ചെല്ലും. എനിക്ക് തന്നെ സഖാവ് പാസ്റ്റർ എന്നും പറഞ്ഞ്, സഖാവ് ഷാജി എന്ന് പറഞ്ഞ് എത്രയോ കത്ത് വന്നു. ഞാൻ കുളിമുറി പോയിരുന്നു ഒക്കെയാണ് വായിച്ചിട്ടുള്ളത്. കാരണം വീട്ടിൽ കാണാൻ ഒക്കത്തില്ല. ഭീഷണിയുണ്ട്, ഭീഷണി കത്തുണ്ട്. കാരണം അത് കോൺഗ്രസ് രാഷ്ട്രീയം അല്ല UDFൻ്റെ രാഷ്ട്രീയക്കാർ ഈ കത്തുവായി എനിക്ക് എന്നെ ഭീഷണി കത്ത് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടുക്കിക്കാർ തന്നെ എനിക്കെതിരായിട്ട് മാറി. അപ്പം നമ്മളുടെ ഒരു തത്വം എന്തായിരുന്നു ചോദിച്ചാൽ, ഫ്രാൻസിസ് ജോർജ് ലക്ഷ്യം, അദ്ദേഹം ഒരു ക്രൈസ്തവൻ. രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ എടുത്തു പറയുന്നത് മോശമാണ്, അന്നത്തെ അവിടുത്തെ വിവാദപരമായിട്ടുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ നമുക്ക് എതിരായിട്ട് നിന്നു. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷേ ഫ്രാൻസിസ് ജോർജ് വിജയിക്കണമെന്നൊരു അക്ഷീണ പരിശ്രമം നടത്തി. മിനിസ്റ്ററായിരുന്ന അന്നത്തെ PJ ജോസഫ് എന്നോട് ചോദിച്ചു, പക്ഷേ എത്ര വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം എന്നോടൊരു വിലയിരുത്തൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു, ജയിക്കുകയാണെങ്കിൽ 10,000 വോട്ടിൽ ഒട്ടും താഴില്ല, ആ നിലയിൽ മുന്നോട്ട് പോകും, അതിനുള്ള പരിശ്രമം ഞാൻ നടത്താം. അക്ഷീണ പരിശ്രമം 2 മാസം കൊണ്ട് എൻ്റെ ടീം എന്ത് ചെയ്തു, ഈ നിയോജക മണ്ഡലം മുഴുവൻ, പാർലമെൻറ്റ് നിയോജകം മുഴുവൻ യാത്ര ചെയ്തു, പണം ചിലവാക്കി, പത്രം ചിലവാക്കി, ഓരോ ബൂത്തുകളിൽ കയറി ക്ലാസ് എടുത്തു, അങ്ങനെ യാത്ര ചെയ്തു. അതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തു. എൻ്റെ വണ്ടിയിൽ രാഷ്ട്രീയക്കാർ കയറിയിട്ടില്ല, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ യാത്ര ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ PC ചാക്കോ 6000 വോട്ടിന് 6000 വോട്ടിന് ജയിച്ച ആ മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജ് 10,000-അടുത്ത വോട്ടുകൾക്ക് വിജയിച്ചു. അപ്പം നമ്മുടെ ഒരു പ്രവൃത്തി വളരെ വിജയിച്ചു, സന്തോഷമായി. എതിർപ്പുകൾ ഒത്തിരി ഉണ്ടായി. പക്ഷേ അതുകൊണ്ട് ശേഷം പിന്നീട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടി സാധാരണ ഇതിൽ അങ്ങനെ ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു ആവേശം കയറേണ്ടതാണല്ലോ. ആവേശം കയറേണ്ടതാണ്. ഞാൻ സുവിശേഷ വേലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എനിക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ വേറെ നിലയുണ്ടായി, ഫാമിലി സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വഴിവിട്ട് പോകുന്നു എന്നൊരു ചിന്ത എനിക്ക് തന്നെ തോന്നി. അപ്പം ഞാൻ എൻ്റെ വേലയിൽ നിന്ന് മാറി രാഷ്ട്രീയക്കാരനായിട്ട് പോകാനുള്ള സാഹചര്യം എനിക്ക് താല്പര്യം തോന്നിയില്ല. എന്നാൽ ഈ ബന്ധങ്ങളൊക്കെ ഇരിക്കട്ടെ, സൗഹൃദങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഫ്രാൻസിസ് ജോർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഇടതുപക്ഷക്കാരെല്ലാം വിചാരിച്ചിരുന്നത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ UDFകാരനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. പക്ഷെ ഞാനൊരു സമദൂര സിദ്ധാന്തം മാത്രമേ ഇപ്പോൾ പാലിക്കുന്നുള്ളൂ. എല്ലാവരും നല്ല പോളിസി അടിസ്ഥാനത്തിലും വ്യക്തി അടിസ്ഥാനത്തിലും ഞാൻ സൂക്ഷിച്ചിട്ട് നമുക്കങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, പോകാൻ പറ്റത്തില്ല. ഓക്കെ. ഇനിയും മാധ്യമ പ്രവർത്തനം ഇത് ചെയ്തു. സഭാ ശുശ്രൂഷയിൽ ഈ പറഞ്ഞ പോലെ നെടുങ്കണ്ടം ആ ഭാഗത്ത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചത്. ഇടുക്കി ജില്ല കോൺസെൻട്രേറ്റ് ചെയ്തു. കാരണം ഇടുക്കി ജില്ലക്കകത്ത് നിൽക്കണമെന്നുള്ള മനസ്സിലൊരു താല്പര്യം. വേറെ തിരുവിതാംകൂറിലേക്കൊന്നും സഭാ ചാർജിലൊന്നും വരാനൊന്നും അന്ന് താല്പര്യപ്പെട്ടില്ല, ഇപ്പോഴും താല്പര്യമില്ല. ആ സ്ഥലത്ത് തന്നെ നിന്ന് പ്രവർത്തിക്കുക, ആത്മാക്കളെ നേടുക എന്ന് മാത്രമേ ലക്ഷ്യമുണ്ടായുള്ളൂ. അതിനിടയിലുണ്ടായ ചെറിയൊരു സാഹചര്യമാണ് കുവൈറ്റിലേക്കുള്ള ക്ഷണം കിട്ടിയത്. അങ്ങനെ അവിടെ പോയിട്ട് ഉടനെ തന്നെ ഇടുക്കിയിലേക്ക് തന്നെ തിരിച്ചു. 3 വർഷം കുവൈറ്റിലുണ്ട്. 2 വർഷം 9 മാസം ഉണ്ടായിരുന്നു. 3 വർഷത്തെ ഒരു ടൈം. ആ ടൈം കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എനിക്ക് ഇടുക്കിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. ചില ക്രൈസിസ് ഒക്കെ ഇടുക്കിയിലുണ്ടായി, സഭകൾക്ക് ചില ആഘാതങ്ങളൊക്കെ ഉണ്ടായി, നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. എന്നാലും ഞാൻ ഇടുക്കിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് പഴയ സഭയുടെ ചാർജ് എടുത്തു.
ആ സഭയിൽ തന്നെ ഇപ്പോഴും തുടരുക. ഓക്കെ. ഇപ്പം താമസിക്കുന്ന എവിടെ? നെടുങ്കണ്ടത്ത് ചർച്ച് ബോർഡിൻ്റെ തന്നെ ഒരു സഭ ഹോളുണ്ട്, അതിൻ്റെ പാസനേജ് ഉണ്ട്. ആ പാസനേജിൽ താമസം. ഞാൻ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെങ്ങന്നൂരോട്ട് താമസം വരും മാറ്റാനായിട്ട്, താൽക്കാലികമായിട്ട് ഈ 2 വർഷത്തെ ഭരണമായിട്ട് ബന്ധപ്പെട്ട്. അതേ ഉള്ളൂ. ഓക്കെ. ഇനി വരേണ്ടത് നമുക്ക് സംസാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചർച്ച് ബോർഡിനെ കുറിച്ചാണ്. ചർച്ച് ബോർഡ് കേരള സ്റ്റേറ്റ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തുവാ? അതായത് ഒരു കാലഘട്ടത്തിൽ സഭ വലിയ ക്രൈസിസിലൂടെ പോയി, 2ആയിട്ട് വിഭജിക്കപ്പെട്ടു, അങ്ങനെയൊക്കെ പോയ കാലഘട്ടമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിട്ട് ഇത് വന്നു. അല്ല, ചർച്ച് ബോർഡ് ഇപ്പം പൊതുസമൂഹത്തിൻ്റെ നടുവിൽ എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഞാൻ കേട്ടുകേൾവി അനുസരിച്ചു അഭിമാനകരമായിട്ടുള്ള ഒരു നിലയിലാണ് പോകുന്നത്. ചർച്ച് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തുള്ള ചില ചിന്തകളും ആശയങ്ങളും ഉണ്ട്, നിലപാടുകളുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല സഭ ഒരു മോശമായിട്ടുള്ളൊരു വഴി കൂടെ പോകുന്നു തോന്നുന്നില്ല. വളരെ നല്ലൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വഴി കൂടെ ഇപ്പം യാത്ര ചെയ്യുന്നത്. പിന്നെ ആശയങ്ങളുണ്ട്, സംവാദങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് ഭിന്നതകൾ ഉണ്ടാകാം, ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകാം, അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായ നിലപാടുകളും ഉണ്ട്. പിന്നെ ഞാനടക്കമുള്ള ആളുകൾക്ക് പിന്നെ വ്യക്തമായ നിലപാടുകളോട് തന്നെയാണ് പോകുന്നത്. ആ നിലപാടുകളെല്ലാം ശുശ്രൂഷകന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടുകൾ തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതായിപ്പോൾ ഈ പദവിയിലേക്ക് എത്തിയത് കൊണ്ടുള്ള എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം നിങ്ങൾ വളരെ വലിയ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ശരിയല്ല. നമുക്ക് ഈ സഭയുടെ ഈ നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു വിഭാഗം ഈ കൗൺസിലിൽ ഒരു മെജോറിറ്റിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതൊരു അക്ഷീണമായ പരിശ്രമമാണ്. സത്യം പറയുകയാണെങ്കിൽ കേരളക്കരയിലുള്ള മുഴുവൻ ദൈവദാസന്മാരെയും നേരിട്ട് കണ്ടിട്ട് നമ്മുടെ നിലപാടുകൾ അവരോട് വിശദീകരിച്ചു. ശരിക്കും നമ്മൾ പുറമേ കാണുന്ന പലതും പൗഡർ ഇട്ട് മിനുക്കിയ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അകത്ത് ശുശ്രൂഷകന്മാർക്ക് ഒരുപാട് പെയിനുണ്ട്. അവർ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർപ്പിടം, അവരുടെ വാസസ്ഥലം, അവരുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ. ഇതിന് പിന്നെ പൊതുസഭ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഏത് നിലയിലുള്ള നിലപാടുകൾ എടുക്കുന്നു, അവർക്കത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ പഠിക്കാനുള്ള സമയമെടുത്തു. അപ്പോൾ അവരുമായിട്ട് സംവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മയോടുകൂടി ഞങ്ങളൊരു ഫെലോഷിപ്പ് പോലെ മുന്നോട്ട് പോയി. അങ്ങനെ സംയുക്തമായി ഒരു സംവിധാനം രൂപീകരിച്ചെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കൂട്ടായ്മ ബന്ധം തുടർന്നാണ് കേരളക്കര മുഴുവൻ യാത്ര ചെയ്ത് ദൈവദാസന്മാരെ കണ്ട് അവരുമായിട്ട് കാര്യങ്ങൾ സമ്പാദിച്ചതിന് ശേഷമാണ് ഈ ഒരു വിജയത്തിലേക്ക് വരാൻ കാര്യം. അതൊരു പരിശ്രമം തന്നെയായിരുന്നു. അതിനകത്ത് നമുക്ക് പ്രലോഭനങ്ങളില്ല, അവർക്കൊന്നും വാഗ്ദാനങ്ങൾ കൊടുക്കാൻ നമുക്കില്ല. പകരം ഒരു പരിശ്രമം നടത്താം എന്ന് മാത്രം, കൂടെ നിൽക്കണം എന്ന് അവരോട് പറഞ്ഞു. അത് സ്വാഭാവികം, തീർച്ചയായിട്ടും കൂടെ. പ്രത്യേകിച്ച് ചർച്ച് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യാൻ അവകാശം പാസ്റ്റേഴ്സിന് മാത്രമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, അതായത് 1000 പേര് 1000 ചില്ലുവാൻ ആളുകളെ മാത്രം നേരിട്ട് കണ്ടാൽ മതി. അത് മതിയെന്ന് പറയുമ്പോൾ അതൊരു സ്ട്രഗിളാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ പോകണം. അത്രയും മേഖലകളിലുള്ള ആളുകളുമായിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകണം. അതൊരു ശ്രമകരമായ ജോലി തന്നെയാണ്. കാരണം ഇവരുടെ വിളിച്ചുകൂട്ടാൻ പറ്റുന്നില്ല. വിളിച്ചുകൂട്ടി നമുക്ക് ഔദ്യോഗികമായ പദവികളില്ലാതെ ഒരാളെ വിളിച്ചുകൂട്ടാൻ ചർച്ച കൂടി സാധിക്കില്ല. പക്ഷെ ഇവരെ നേരിട്ട് കാണണം, അവരുമായിട്ട് ഓരോരുത്തരും വ്യക്തിപരമായി കാണണം. എന്നാൽ എങ്കിലേ നമുക്കിത് പങ്കുവെക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിൽ വിജയിച്ചു, ഓവർസിയർ ഉണ്ട്, പക്ഷേ നിങ്ങൾ കൗൺസിൽ നിങ്ങളുടെ ഒരു പിന്നെ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ഇത് എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? ചർച്ച് ഓഫ് കോഡിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് എന്താ, പദ്ധതി എന്തുവാ, എന്ത് ആശയത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്, അടിസ്ഥാന ശുശ്രൂഷകന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അവർ സംതൃപ്തരായ മുൻഗണന നൽകണം. അവർ ശുശ്രൂഷകന്മാരെ മുഖവിലേക്ക് എടുത്തിട്ട് അവരുടെ സംതൃപ്തമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വഴിയൊരുക്കുക എന്ന് മാത്രമാണ്. സംതൃപ്തമായ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, വളരെ പ്രധാനപ്പെട്ട. കാരണം ഈ ചർച്ച് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പാസ്റ്റേഴ്സ് അവരുടെ കൃത്യമായ ടൈത്ത് സ്റ്റേറ്റിന് കൊടുക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ തന്നെ സഭ അവരുടെ ടൈത്ത് കൊടുക്കണം. സഭ കൃത്യമായിട്ടൊരു എമൗണ്ടാണ് പാസ്റ്റർക്ക് കൊടുക്കുന്നത്. അതിനപ്പുറത്തുള്ള വരുമാനങ്ങൾ പാസ്റ്റർക്ക് കുറവാണ്. അതെ, ശുശ്രൂഷകന്മാരുടെ വരുമാനം വളരെ പരിമിതമാണ്. എന്നാൽ ചില സഭകളിൽ മാന്യമായുള്ള
അത് അറിഞ്ഞ് ചെയ്യുന്ന സഭകളുണ്ട്. ശമ്പള വ്യവസ്ഥയല്ലാതെ ഭൗതികമായ കൂട്ടായ്മ കാണിക്കുന്ന സഭകൾ ഒരു 10% സഭകളെങ്കിലും അതേ ഉള്ളൂ. ബാക്കിയുള്ള സഭകളൊന്നും അങ്ങനെയില്ല. എല്ലാം പരിമിതമായ ബുദ്ധിമുട്ടുകൾ സഹിക്കും. IPC ചർച്ച കോഡും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം അതാണ്. ഇപ്പം IPCയിൽ പിന്നെ ഒരു പാസ്റ്റർ 100 രൂപ വെച്ച് കുമ്പനാട് കൗൺസിലിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഒരു മാസം 100 രൂപ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ 3500 പാസ്റ്റേഴ്സ് ഉണ്ട്. 3.5 ലക്ഷം രൂപ ഒരു മാസം എന്ത് ചെയ്യും? വരും. പക്ഷേ 35,000 രൂപ പോലും കിട്ടത്തില്ല. കാരണം ഈ 100 രൂപ വെച്ച് പാസ്റ്റേഴ്സ് എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. കാരണം അങ്ങനെ ഒരു പഠിപ്പിച്ചിട്ടില്ല, അതിനൊരു സിസ്റ്റം ഇല്ല. അതേസമയം ചർച്ച ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 1000 പാസ്റ്റേഴ്സും അവരുടെ ടൈത്ത്, അതായത് ഒരാൾ 2,500 രൂപയായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ആൾ 3,000 രൂപയായിരിക്കാം, അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ടൈത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ഓഫീസിൽ എത്തിക്കുന്നു. 100 രൂപ തുടങ്ങി അതങ്ങ് മേളിലോട്ട് 3,000, 4,000, 5,000 ഒക്കെ വരുന്ന കൊടുക്കുന്ന ആളുകളുണ്ട്. മന്ത്ലി അത് നിർബന്ധമായും കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ക്രെഡൻഷ്യലിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് കൃത്യമായിട്ടൊരു കൊടുക്കും. പിന്നെ ഈ വോട്ടവകാശം എന്ന് പറയുന്ന കാര്യത്തിലും ഈ ഒരു കാര്യത്തിന് ക്ലിയറൻസ് ഉണ്ടാകണം. ഇത് കൊടുത്തില്ലെങ്കിൽ വോട്ടവകാശം ഇല്ല. അങ്ങനെ ടൈത്ത് കൊടുക്കാത്ത ഒരാള് അവിടെ എങ്ങനെയാ അതിന്റെ പുള്ളിക്ക് സ്ഥലം മാറ്റവും കിട്ടത്തില്ല. ക്രെഡിബിലിറ്റി എങ്ങനെയാ അത് മനസ്സിലാക്കുന്നത്? സഭ എങ്ങനെ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് കൃത്യമായിട്ട് കൊടുത്തിരിക്കും. അപ്പോൾ അതനുസരിച്ച് ശുശ്രൂഷകന്മാരോട് തിരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് അവർക്ക് വേണ്ടി ക്രമീകരണം. ഞങ്ങളെ സത്യം പറഞ്ഞ ഈ കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ശുശ്രൂഷകന്മാർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട്. എപ്പോഴും വരും സങ്കടങ്ങൾ പറയും, നമ്മൾ കേൾക്കാം. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സാമ്പത്തിക പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലാതെ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കാം, എടുക്കാം, സഹായിക്കാം, അല്ലെ അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഈ ശുശ്രൂഷകന്റെ വേദന, അവൻ അനുഭവിക്കുന്ന പ്രശ്നം, ഈ ഒരു 10% പാസ്റ്റേഴ്സേ ഉള്ളൂ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പണം കയ്യിലുള്ളവർ. അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർ വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നത്. നമ്മൾ പല ശുശ്രൂഷകന്മാരെയും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവരുടെ പ്രശ്നങ്ങളിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ പ്രയാസം ഉണ്ടാകും. കാരണം നിസ്സാരമായ ചെറിയ തുക കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ട് ഇപ്പോഴും എന്ന് നമുക്ക് മനസ്സിലാകുക. നമുക്ക് ചിലപ്പോൾ അത് കൈ വരുമ്പോൾ ഇതുകൊണ്ട് എന്താകാനാ, നാളെ രാവിലെ പാലും മേടിച്ച് മറ്റു 2 പേരും കഴിയുമ്പോഴത്തേക്കും തീരുമല്ലോ എന്ന് നമ്മുടെ മനസ്സിലെ ചിന്ത. പക്ഷേ ഇത് കൊണ്ട് ഒരു മാസം ഒരു 5,000 രൂപ കൊണ്ടൊക്കെ ഒരു മാസം ജീവിക്കേണ്ടി വരുന്ന ഒരു പാസ്റ്റർ. എൻ്റെ പൊന്നു സാറേ, 5,000 രൂപയൊന്നുമല്ല, അതിൽ താഴെ വരുമാനങ്ങൾ കിട്ടുന്നവരുണ്ട്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം ഏതെങ്കിലും ഒരു വഴി തുറന്ന് ആരെങ്കിലുമൊക്കെ സഹായിച്ച്, ദൈവത്തിൻ്റെ പദ്ധതികൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ ഒരു ദൈവദാസൻ സമർപ്പണമുള്ള ഒരാൾ കണ്ണുനീരൊഴുക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു കുപ്പി പാല് കൊണ്ടു കൊടുക്കാൻ വേറൊരു വഴി ദൈവം ഒരുക്കിയാൽ അത് അവൻ മനസ്സിലായി. അങ്ങനെ വിശ്വസിക്കുന്ന അതാണ് ഒരു വിശ്വാസത്തിന്റെ വേല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. കാരണം കൃത്യമായ ഒരു രൂപരേഖ പിന്നെ മുളക്കട ഓഫീസിൽ ഞങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവർ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാം. എന്നാൽ പരമാവധി പല സഭകളും പല ആൾക്കാരും വിദേശ സഭകളും ഒക്കെ സഹായിച്ചിട്ട് ചില സപ്പോർട്ടുകൾ ചില ആൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പം എന്നാൽ ഇതെല്ലാം പരിമിതമാണ്. ഇപ്പോൾ എത്ര സപ്പോർട്ട് കൊടുത്താലും വേല ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അവിടെ ആത്മാക്കൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ 5 വർഷമായി 10 വർഷമായി കഴിയുമ്പോൾ സ്വാഭാവികമായി സഭ തന്നെ പറയും, പ്രസ്ഥാനത്തിന് അവരെ പിന്നെ ഇത് ചെയ്യാനും ഒക്കത്തില്ല, സഹായിക്കാനും പറ്റാതെ വരും. സുവിശേഷ വേലയിൽ ആ ഒരു കാര്യം വരുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ കുറ്റമാണോ? അല്ല, അവരുടെ കുറ്റം അല്ലെങ്കിലും റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണമെന്നാണല്ലോ പ്രസ്ഥാനം വെക്കുന്നത്. ചിന്തിക്കുന്നു. അതുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. അവരുടെ നില ഗുരുതരമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഈ സുവിശേഷ വേലയെ സഹായിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. പഴയ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ വളരെ കെഞ്ചി ഓരോ ആളുകളോടൊക്കെ പറഞ്ഞ് അവരുടെയും ബുദ്ധിമുട്ടുകൾ വേറെ. ഇപ്പോൾ ഗൾഫ് മേഖല മൊത്തം ബുദ്ധിമുട്ടിലായി, സ്റ്റക്കായി. പിന്നെ ആകെയുള്ളത് അമേരിക്കയോ അവരുടെയും പല ആളുകളുടെയും ജോലി പ്രശ്നങ്ങളുണ്ട്. ആ എല്ലാ മേഖലയും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്നതൊന്നുമല്ല. സാമ്പത്തികമായി സഹായിക്കാൻ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. പക്ഷെ അത് കുറവ് സഭകളെല്ലാം ബാധിക്കുന്നുണ്ട്. ശുശ്രൂഷകന്മാരെ എങ്ങനെയെങ്കിലും കരപറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ്ഫർ വരുമ്പോൾ ആളുകളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നല്ല സഭ, അവർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഉണ്ടാകുന്നൊരു സ്ഥലം വേണമെന്ന് അവർ ആഗ്രഹിക്കും. അവർ കുറ്റം പറയാനൊക്കെയില്ല. പക്ഷേ മേത്തരമായ സഭകളോ മെച്ചപ്പെട്ട സഭകളോ ഒരു സമയത്ത് ട്രാൻസ്ഫർ വരുന്നില്ലെങ്കിൽ ഈ ദൈവദാസന്മാർ കൗൺസിലങ്ങളെയും
ജയിപ്പിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടവരെയും പഴി പറയും. സ്വാഭാവികമാണ്. ആരോപണങ്ങൾ ഒരുപാടുണ്ടാകും. നമ്മളിതിന് നടുവിൽ നിന്നുകൊണ്ട് ഇവരോട് സമചിത്തതയോട് മറുപടി പറഞ്ഞ് പോവുക എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഇത്രയും പേരെ അവരെ ഉൾക്കൊള്ളുക, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് എത്ര പേര് ഫോൺ ചെയ്താലും എത്ര പേര് സംസാരിച്ചാലും മുഴുവൻ ഇരുന്ന് കേൾക്കണമെന്നൊരു മനസ്സ് അതെനിക്കുമുണ്ട്. പ്രാക്ടിക്കലി അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല. പകരം പരമാവധി കേൾക്കും. കേൾക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് അവരോട് ഒന്നും പറയാനൊക്കത്തില്ല. കേൾക്കണം, അതായത് ശരി. പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിൽ കൂടി നമ്മൾ കൗൺസിൽ അംഗമായാൽ അല്ലെങ്കിൽ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ശുശ്രൂഷകന്മാരുടെ വാക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന വാക്ക് പിന്നെ അവർ കേൾക്കാൻ തയ്യാറാവില്ല. കേൾക്കണം. കേൾക്കുക എന്നുള്ളത് ഒരു ശരി ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യണം. ഓക്കെ, കേരളത്തിലെ ഈ പൊതുരംഗത്ത് പെന്തക്കോസ്ത് സഭകൾ വലിയ വളർച്ച കേരളത്തിൽ ഉണ്ടായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. സമൂഹത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് അപ്പോൾ തന്നെ സഭകൾ നേരിടുന്ന, കേരളത്തിലെ ക്രൈസ്തവ സഭ നേരിടുന്ന, പെന്തക്കോസ്ത് സഭകൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ പുതിയ തലമുറ ഇതേ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പിന്നെ പുതിയ തലമുറ ഈ കേരളം വിട്ടുപോകുന്നു, നമ്മളെ നാട്ടിൽ നിന്ന് ഇല്ലാതെയാവുന്നു, പല സഭകളും ശുഷ്കമായി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ സഭകളെയും നേരിടുന്ന പ്രശ്നങ്ങളാണ്. പുതിയ സഭകൾ ആരംഭിക്കുക എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള സഭകളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രഗിൾ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ അല്ലേ. പുതിയ സഭകൾ തുടങ്ങുന്ന കാര്യത്തിൽ മിഷൻ സ്റ്റേഷൻസ് നമ്മളെല്ലാം സാധാരണ പറയുമ്പോൾ മിഷൻ സ്റ്റേഷൻ തുടങ്ങുക എന്നാണ് പറയുന്നത്. മിഷൻ സ്റ്റേഷൻ തുടങ്ങാനായിട്ട് പോകാൻ ആളില്ലെന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഈ വീടാന്തരമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ആളുകൾ കഴിഞ്ഞോ അല്ലയോ എന്നുള്ളത് ഞാൻ ഉറപ്പിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴതിന് മനസ്സ് വെക്കുന്നില്ല ആളുകൾ. രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ. ആ വീടാന്തരം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് മറുപടി പറയാൻ ഇപ്പം പോകുന്ന ആളുകൾക്ക് സാധിക്കില്ല. വെറുതെ ഇങ്ങനെ കൊടുത്തു പോകാം, ട്രാക്ട് കൊടുത്തു പോകാം. അതിനപ്പുറത്തേക്ക് വീട് അപ്പോൾ അതിനുവേണ്ടി വേദി ഒരുങ്ങിയാൽ ചില പ്രശ്നങ്ങളുടെ നടുവിലോ അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ നടുവിലോ പ്രാർത്ഥന ആവശ്യമുള്ളവരോ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ മാത്രമേ അതുകൊണ്ട് സാധിക്കുള്ളൂ. അതിനുവേണ്ടി സമർപ്പണം വേണം. ഒന്ന്. രണ്ടാമത്, ഈ സ്ട്രഗിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സഭകൾ നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഉള്ള ആളുകൾ എങ്ങനെയെങ്കിലും യോഗത്തിലും കൂട്ടത്തിലും വന്നിരുന്ന് പഴയപടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവർ തന്നെ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആളുകൾ പലരും എത്തുന്നില്ല. എനിക്കറിയാം, സഭകളിലൊക്കെ നോക്കിയാൽ അറിയാം, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം വളരെ 100 പേരുടെ സഭയ്ക്കകത്ത് 2 പേരായിരിക്കും ഒരു പക്ഷേ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നത്. കാരണം ഉപജീവന വിഷയങ്ങൾ കിടക്കുക. അവർ പറയുമ്പോൾ തെറ്റ് പറയാൻ പറ്റും, പക്ഷേ അവരെ നമ്മൾ വഴക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ, പാസക്ക് ദശാംശം കൊണ്ട് കൊടുക്കണ്ടേ, പല കാര്യങ്ങൾ അവരുടെ കാര്യം കിടപ്പുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മൗനമായിട്ടിരിക്കുക, പാസ്റ്റർ പ്രാർത്ഥിക്കുക. 2 പേര് വന്നെങ്കിൽ 2 പേരെ കൂടെ ഇരിക്കുക. സഭായോഗത്തിന് പോലും നിർബന്ധം വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സഭകൾ നിലനിർത്താൻ പറ്റിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ അറിവിൽ സഭകൾ പലതും ക്ലോസ് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കാതെ നാളും പേരും ഇല്ലാതെ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, ശുശ്രൂഷകനെ പോറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പല സഭകളും ക്ലോസ് ചെയ്യപ്പെടും. പിന്നെ ഒന്ന്, സാർ പറഞ്ഞതുപോലെ ഈ വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പോയത്, ആ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ സഭയുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ബന്ധങ്ങളൊന്നുമില്ല. ആ പിന്നെ പ്രാർത്ഥിച്ചയക്കുന്ന ജോലിക്ക് വിട്ട ആളുകൾ പോലും സഭയോട് കൂറ് പുലർത്തുന്നില്ല. അവർ ചെല്ലുന്ന ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകുന്നു. അതായത് സഭയെക്കുറിച്ചുള്ള കൂറോ സ്നേഹമോ നമ്മുടെ ആളുകളിലില്ല, അത് കുറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, ഈ സഭകൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ള സഭകൾ എങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത്, ഇപ്പം ഞാൻ എൻ്റെ ഹോള് തന്നെ ഒന്ന് പുതുക്കി പണിയണം, ഒന്ന് മെയിൻ്റനൻസ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പം ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തിനാ അത്, അങ്ങനെ ഇതിങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് കൊണ്ടുപോയാൽ മതി, ഇതിനകത്ത് വരികയാണെങ്കിൽ 100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇപ്പോൾ ഉണ്ട്, പിന്നെ ഇപ്പോൾ ഇതിന് പുതിയതായിട്ട് പണിത് വലിയ പൈസ മുടക്കി എത്ര ലക്ഷങ്ങൾ എന്തിനാണ് മുടക്കുന്നത്. ഒരു കൂട്ടർ പറഞ്ഞ് വലിയ സംവിധാനമായിട്ട് നമുക്ക് ശരിയാക്കിയിടണം, ഏതെങ്കിലും കാലത്ത് ഈ സഭയുടെ വളർച്ച ഉണ്ടായാൽ ഇരിക്കട്ടെ, അഭിമാനത്തിന് വേണ്ടി മാത്രം ആ കെട്ടിടത്തിൻ്റെ. ഇതല്ലാതെ വേറെ ഒരു കാര്യവും ഇപ്പം നടക്കുന്നില്ല, പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നില്ല. ഈ മിഷൻ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി അക്ഷീണ പരിശ്രമം നടത്തി നോക്കി,
വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മിഷൻ സ്റ്റേഷൻ നടക്കാൻ പറ്റുന്നില്ല. കെട്ടിട വാടക കൊടുത്ത് പഴയ ഒരു 25,000 രൂപ ഏറ്റവും കുറഞ്ഞത് വേണം ഒരു പുതിയ വർക്ക് തുടങ്ങാൻ. അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? സഭ ആസ്തിയുള്ള സഭയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സഭകൾ നടത്തിക്കൊണ്ട് പോകാൻ ഇപ്പം പറഞ്ഞതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉള്ള സഭകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഉള്ള സഭയ്ക്കകത്ത് തന്നെ പിന്തുടർന്ന് വന്ന പരമ്പരാഗതമായ അല്ലെങ്കിൽ സ്ഥായിയായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്ന ആ സാഹചര്യം വ്യതിചലിച്ചു. അതെ, ഒത്തിരി ഡീവിയേറ്റ് ചെയ്തു. പല കാര്യങ്ങളാണ്. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ആഭരണധാരണം, അതുപോലെ തന്നെ നമ്മൾ ലോകമയത്വമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം സഭയ്ക്കകത്ത് വേണമെന്ന് ശടിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും സഭ പെന്തിക്കോസ്റ്റിൻ്റെ പഴയ ഐഡന്റിറ്റി നിൽക്കാൻ പറ്റുന്നില്ല. പ്യൂരിറ്റി എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഐഡന്റിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പ്യൂരിറ്റി എന്ന് പറയുന്നതിനകത്ത് ഇത് വെച്ചുകൊണ്ട് അല്ലാതെ ഇരിക്കുന്നവരും ഉണ്ടല്ലോ. പക്ഷെ ആ ഐഡന്റിറ്റിയിൽ തുറന്നു പോകാൻ പറ്റത്തില്ല. അത് പ്രൂവ് ചെയ്യാൻ ആളുകൾക്ക് മനസ്സില്ല. സ്വാഭാവികമായിട്ടും പെന്തിക്കോസ് പ്രസ്ഥാനമാണ് എന്ന് പറയാൻ പോലും പറ്റാത്ത സ്ഥിതിയിലുള്ള സാഹചര്യത്തിലേക്ക് വന്നു. അതൊരു വലിയ പ്രശ്നമാണ്. പുതിയ സഭകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ആ നിലയിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭകൾ സ്ഥാപിക്കുന്നു. അപ്പോഴും അവർ ന്യൂ ജനറേഷൻ സഭകൾ ശക്തമായിട്ട് വരുന്നു. ഉണ്ട്. അതിന് ക്രൗഡ് കൂടുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഒരു 2 സഭകളുടെ കാര്യം പറഞ്ഞ ഒരു സഭ പ്രധാനപ്പെട്ട പട്ടണത്തിൽ ഒരു സഭ പഴയ സഭയുണ്ട്. അവിടെ തന്നെ അഫിലിയേറ്റഡായ മറ്റൊരു ചർച്ചുണ്ട്. ആ ചർച്ച ഇങ്ങനെ വളരുക. അതെ, സെയിം പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള സഭകളാണ്. മറ്റേത് അഫിലിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിൽ നമുക്ക് കൺട്രോളൊന്നുമില്ല. അവരെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയല്ലേ അവർ ചെയ്യുന്നത്. അവർ ദോഷകരമായ ഉപദേശ പ്രസംഗം പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. അല്ല, ഒന്നും പറയുന്നില്ല. ചർച്ച കൊണ്ട് സഭ തന്നെയാണ്. അപ്പം ഇവിടുത്തെ സഭ പഴയ സഭ, അവിടെ ഓരോരുത്തർക്കും ആശയങ്ങളുണ്ട്. അവിടെ അങ്ങനെ വേണ്ട, ഇവിടെ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭ ഇങ്ങനെ തന്നെ ഇരുന്നങ്ങ് പോകും. അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇപ്പം സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചില ആളുകൾ ചിന്തിക്കുന്നവരുണ്ടാകാം. സ്വാഭാവികമായിട്ടും പബ്ലിക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് നമുക്ക് മാറി ചിന്തിക്കാം, അതുപോലെയൊക്കെ ആയിത്തീരാം എന്നൊക്കെ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നമ്മൾ ചർച്ച് ബോർഡ്, കേരളത്തിലെ ചർച്ച് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ആഭരണം അനുവദിക്കുന്നില്ല ഇപ്പോഴും, അല്ലേ? ഇല്ല. എന്നാൽ ഇന്റർനാഷണലി നിങ്ങൾക്ക് ആഭരണത്തോട് പ്രശ്നമില്ല. അത് ഞാൻ ജനറൽ ഓവർസിയറുമായിട്ടുള്ള സംസാരം ഉണ്ടായ സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഇന്ന് 200ഓളം രാജ്യങ്ങളിൽ ദൈവസഭ ഉണ്ട്. ഒരു കൾച്ചറും ഒരിടത്തും ആർക്കും വ്യത്യാസം വരുത്താൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. അവരവരുടെ കൾച്ചറിൽ അവർ വിശ്വസിച്ചിരുന്ന ജീവിത സാഹചര്യങ്ങൾ, അവരുടെ വസ്ത്രധാരണം, ഇതൊന്നും മാറ്റാനല്ല നമ്മുടെ സുവിശേഷ വേല സഭ. സുവിശേഷ വേലയിൽ നമ്മൾ ആത്മാക്കളുടെ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക, യേശുവിനെ അവൻ്റെ മരണപുനരുത്ഥാനങ്ങളിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരെ വിശ്വസിക്കുക, വിശ്വാസസ്നാനം സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുക, അത് പ്രാപിച്ചെടുക്കാൻ ആഗ്രഹിക്കുക. ഇതിനപ്പുറത്തേക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടാൻ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് നമ്മളിവരുടെ കൾച്ചറോ അവരുടെ വസ്ത്രമോ അവരുടെ ജീവിത സാഹചര്യങ്ങളോ കണ്ടിട്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ പോകാൻ ഇത് തടസ്സമാണെന്ന് പറയാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല എന്നാണ് ജനറൽ ഓവർസിയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ചത്. അതായത് ശരി, ഇവിടെ നമുക്ക് പറയുന്നെങ്കിൽ ഒരു പോളിസി സൃഷ്ടിച്ചെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംവിധാനമായിട്ടാണ്. എല്ലാ പെന്തക്കോസ്ത് സഭകൾക്കും അങ്ങനെയാണല്ലോ. അതായത് ഇവിടെ വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വരുവായിരുന്നു. പക്ഷേ യേശു അവരുടെ അകത്തുണ്ട്, യേശുവിനെ സ്നേഹിക്കുന്നു. ഞാൻ അതിനെ ഉപദേശപരമായ ഒരു വിഷയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. സഭയെ അങ്ങനെ കണക്കൂട്ടുന്നില്ല, ചർച്ച ബോർഡും അങ്ങനെ പറയുന്നില്ല. പക്ഷെ ചർച്ച ബോർഡിൻ്റെ ഒരു സ്ഥിര സംവിധാനം അങ്ങനെ ആയതുകൊണ്ട് പിന്തുടർന്ന് വന്ന രീതി അതുകൊണ്ട് അതങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ പാസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. എനിക്ക് വൈഫും 3 മക്കളും ഉണ്ട്. ഭാര്യയുടെ പേര് ഷേർലി, വാഴൂര്, ആറാട്ടുപുഴക്കാരിയാണ്. അപ്പം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ വൈഫിൻ്റെ പ്രാർത്ഥന അവളെ ഈ സുവിശേഷ വേലയിൽ പൂർണ്ണമായിട്ട് ഇറങ്ങണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഇതിൽ സാധിച്ചെടുത്തു. അങ്ങനെ എനിക്കൊരു സംതൃപ്തിയുണ്ട്. പിന്നെ നമുക്ക് തന്നെ എൻ്റെ ലൈഫിൽ തന്നെ ഒരു ചിട്ടയും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ക്രമീകരണത്തിന് വരുമ്പോൾ കുടുംബജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വാസ്തവത്തിൽ സത്യം നമ്മളൊരു സിസ്റ്റമാറ്റിക് അതിന് നമ്മളിങ്ങനെ പക്ഷി പറക്കുന്നുണ്ട്. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോഴും വീട് എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ കൃത്യമായിട്ട് നോക്കണം, ഫിനാൻസ്, മറ്റു കാര്യങ്ങളെല്ലാം അതിനൊരു പിടി, ഒരു സംസാരം, ഒരു ഇടപാടുകൾ, അങ്ങനെയല്ല ഇങ്ങനെ വേണ്ടതെന്നൊക്കെ പറയുന്നതിന് വേണ്ടി ഫാമിലി വന്നപ്പോഴാണ്. വൈഫ് വന്നു. പിന്നെ എനിക്ക് 3 മക്കളെ ദൈവം തന്നു. ഞങ്ങൾക്ക്
മൂത്തത് 2 ആൺപിള്ളേരും ഇളയത് ഒരു പെൺകുട്ടി. അവർ 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. മൂത്ത മോനും ഫാമിലിയും ഇറ്റലിയിൽ ഇപ്പോൾ ടൊറിനോ എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൻ്റെ വൈഫ് റിൻഡ അവർ ദുബായ് ബേസ്ഡാണ്, കൊട്ടാരക്കരക്കാര. ദുബായിലെ US എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഫാദർ. അവർ ദുബായിൽ താമസിക്കുന്നു. മോൾ അവിടെ പഠിച്ചു, റാസൽ ഖൈമ യൂണിവേഴ്സിറ്റി പഠിച്ച് MBA ഫിനാൻസ്, ഗോൾഡ് മെഡലിസ്റ്റാണ് പുള്ളിക്കാരി. വീട്ടിലിപ്പോൾ ഹൗസ് വൈഫാണ്, അവിടെ ഇറ്റലി ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കുഞ്ഞുണ്ട്. രണ്ടാമത്തെ മോനെ ഫിസിയോതെറാപ്പിസ്റ്റാണ്, അവൻ ഡൽഹിയിലായിരുന്നു, അവൻ നാട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോൾ സുവിശേഷ വേലയിൽ ICPFൻ്റെ ഇടുക്കി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക. പൂർണ്ണ സമയം സുവിശേഷ പ്രവർത്തനത്തിന് പോകാൻ 2 പേരും ഡെഡിക്കേറ്റഡാണ്. മോള് വെട്ടിയാറ് ഷിബി എന്ന പേര്. അവൾ പിന്നെ PMG സഭയിലെ പാസ്റ്റർ ജോൺ ജോർജിൻ്റെ മകളാണ്. അപ്പോൾ മോളിപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുണ്ട്, അപ്പോൾ സിഡ്നിയിലുണ്ട്. ഏറ്റവും ഇളയത് മോള് കാനഡയിൽ BCയിൽ അവർ കുടുംബമായിട്ട് താമസിക്കുന്നു. അവർക്ക് ഒരു കുഞ്ഞുണ്ട്, ഒരു മോനെ. അപ്പം അവന് 4 വയസ്സ് കഴിഞ്ഞു. അവർ 2 പേരും മരുമോന് കോലഞ്ചേരി സണ്ണി കുര്യൻ പാസ്റ്ററുടെ ചർച്ചിലെ ഒരു മെമ്പറാണ്. അവർ 2 പേരും കാനഡയിൽ താമസിക്കുന്നു സന്തോഷമായിട്ട്. അവരവിടെ സ്ഥിരതാമസക്കാരാണ്. അവരും ജോലി ചെയ്യുന്നു. മോൾ ഓഡിയോളജിസ്റ്റാണ്, മോൻ എഞ്ചിനീയറാണ്. അപ്പം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരാൾ ഇറങ്ങി വന്നത് എൻ്റെ മനസ്സിന് സംതൃപ്തിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എല്ലാവരും ചോദിക്കുമ്പോൾ പറയുമല്ലോ, മക്കളൊക്കെ എന്നെ ചെയ്യുന്നു, അവർ എഞ്ചിനീയറാ ഡോക്ടറാ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത്ര സുഖമൊന്നും മനസ്സിനില്ല. കാരണം എല്ലാവരെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ വന്നില്ല എന്ന് പറയുന്നത് മനസ്സിലിപ്പോഴും ഒരു പെയിൻ ആയിരുന്നു. പക്ഷേ ഇവനെടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത്, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാവുന്ന ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഓക്കെ ഞാൻ പച്ചക്കൊടി കാണിച്ചു, മനസ്സുകൊണ്ട് സമ്മതിച്ചു, പ്രാർത്ഥിച്ചു, വേലയ്ക്ക് ഇറങ്ങി. അപ്പോൾ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷ വേലയിൽ വേണ്ടി ഇറങ്ങാൻ ആരുമില്ല എന്നൊരു സന്ദർഭം വന്നപ്പോൾ എനിക്ക് മനസ്സിന് വിഷമമുണ്ട്. പക്ഷേ ഏതായാലും ദൈവം നമ്മുടെ സങ്കടമൊക്കെ കണ്ടു, അവൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തി. പക്ഷെ അവന് സഭയിൽ ഉണ്ടായിട്ടുള്ള ചില ഫ്രിക്ഷൻസും ചില പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ടാണ് അവന് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഏതായാലും അതെല്ലാം മറികടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉടമ്പടി ദൈവവുമായിട്ടെടുത്തു. അങ്ങനെ വേലയിലേക്ക് ഇറങ്ങി. സ്റ്റെലിൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അത് എനിക്കൊരു സംതൃപ്തിയാണ്. തുടർന്നും അവൻ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇപ്പോഴും ഇല്ല, മുൻപോട്ടുള്ള ഗമനത്തിനൊന്നും സാധ്യതകളില്ല. ചർച്ച് ബോർഡിൻ്റെ കൗൺസിൽ സെക്രട്ടറിയായി, സ്തോത്രം. അല്ലെ, ഓവർസിയർ ആകത്തില്ലേ? ഓവർസിയർ ആകുന്നത് ഇനി 65-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ്. അതെ. അപ്പോൾ ഇനി 3 വർഷം ഉണ്ട്. അല്ല, ഈ ഒരു സാധ്യത കിടപ്പുണ്ട്. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇനി 4 വർഷമാണ് ഒരു ടേം എന്ന് പറയുന്നത്. അപ്പം 4 വർഷത്തെ ടേമിൽ ഇനിയും ഇങ്ങനെ ആളുകൾ ക്യൂ ഉണ്ട്. അവരതിനു വേണ്ടിയുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ആളുകളുണ്ട്, എൻ്റെ ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്, താഴോട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ വരട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യത്തിനകത്ത് ഒരു കസേരയില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഈ കസേര നമ്മുടെ ചർച്ച് ബോർഡിൻ്റെ കൗൺസിൽ സെക്രട്ടറി കസേര പോലും എനിക്ക് അപ്രതീക്ഷിതമാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവാസന്മാരോട് ഒത്തിരി നന്ദിയുണ്ട്. അത് കൗൺസിൽ തിരഞ്ഞെടുപ്പായതുകൊണ്ട്, അപ്പോയിൻമെൻ്റ് അല്ല. പിന്നെ ഓവർസിയർ എന്ന് പറയുന്ന കാര്യം, ഇപ്പോൾ നിലവിലൊരു ഓവർസിയർ ഉണ്ട്. ആ ഓവർസിയറുടെ കാലഘട്ടം ഒന്നും ആയിട്ടില്ല. അപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നത് തന്നെ ശരിയായ നടപടിയല്ല. ഞാൻ അതിനൊന്നും യോജിക്കുന്നില്ല. ഓക്കെ, എനിവേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു തന്നെ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.